Unit 1, Literature, Criticism and Theory. When we look to this title, we can see there is 3 words are there: literature, criticism and theory. Each and every word has its own definition. നമ്മളത് ഈ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലിറ്ററേച്ചർ എന്താണ്, ക്രിറ്റിസിസം എന്താണ്, തിയറി എന്താണ്? അപ്പം ഞാൻ ഈ ടൈറ്റിലിൻ്റെ ചെറിയൊരു ഐഡിയ ആയിട്ട് പറയാം. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് കൈൻഡ് ഓഫ് വർക്ക് ഓർ ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് സംവൺസ് റൈറ്റിങ്സ് ഓർ സംതിങ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൻ്റെ ഒറിജിനൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് അവർ സെൽഫ് എന്നും ലിറ്ററേച്ചറിനെ പറയാറുണ്ട്. ലിറ്ററേച്ചറിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം ചിലരോട് നമ്മൾ ലിറ്ററേച്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ ആൻസർ ഡ്രാമ, പോയം, പോയട്രി അല്ല. ലിറ്ററേച്ചർ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി ഓർ മിറർ ഓഫ് സൊസൈറ്റി ഓർ റിഫ്ലക്ഷൻ ഓഫ് വൺ സെൽഫ്. ഒരാളെ തന്നെയാണ് ലിറ്ററേച്ചറിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഈ ലിറ്ററേച്ചറിൻ്റെ അകത്ത് വരുന്നതാണ് ഡ്രാമ, പോയട്രി, പ്രോസ്, പിന്നെന്താണ് ഡയറി റൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് ഫീൽഡുണ്ട്. അതായിരിക്കും ലിറ്ററേച്ചർ. ക്രിറ്റിസിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ ലിറ്ററേച്ചർ വർക്കിനെ, ആ പർട്ടിക്കുലറായിട്ടുള്ള ലിറ്ററേച്ചർ വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ബൈ അവർ ഓൺ ഇൻ്റർപ്രിട്ടേഷൻസ്, ബൈ അവർ ഓൺ ആപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ ആ പർട്ടിക്കുലർ കണ്ടന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, നിരൂപിക്കുക. ഓർ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കമൻറ്റ്സ് റേസ്ഡ് ബൈ സമ്മൺ. ചുമ്മാതൊരിക്കലും കമൻറ്റും പറയാൻ പറ്റത്തില്ല. ബൈ ദ ഇൻഡൽജ് റീഡിങ്. ആ ഒരു വർക്കിനെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരാൾക്ക് ആ ഒരു ക്രിറ്റിസിസം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് തിയറി. തിയറി ഈസ് എ സെറ്റ് ഓഫ് സംതിങ്, സം ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഈ ലിറ്ററേച്ചർ ഒരു വർക്കിനെ വായിച്ചു, അതിനെ ക്രിട്ടിസൈസ് ചെയ്തതിനു ശേഷം അതിനൊരു തിയറി മോഡുലേറ്റ് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ അന്ന് പറഞ്ഞ പെരുന്തച്ഛൻ്റെ മകനോടുള്ള കോംപ്ലക്സ് ആണ് ആ നോവലിൽ മൊത്തം കാണാൻ സാധിക്കുന്നത്. സോ ആ തിയറിയെ സൈക്കോ അനാലിസിസ് തിയറി എന്ന് പറയും. കോംപ്ലക്സ് നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് തിയറിയിലും കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് വർണ്ണിച്ചു തന്നതാണ് ലിറ്ററേച്ചർ, ക്രിറ്റിസിസം ആൻഡ് തിയറി. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആ സ്ട്രക്ചറിനകത്ത് എഴുതിയേക്കുന്നത് ലിറ്ററേച്ചർ എന്താണെന്ന് പഠിക്കണം, ലിറ്റററി ക്രിറ്റിസിസം അറിയണം, തിയറി അറിയണം, കോൺട്രഡിക്ഷൻ അറിയണം. പിന്നെ കണ്ടംപററി ലിറ്റററി തിയറിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഏതൊരു വർക്ക് പഠിച്ചാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ടത് മസ്റ്റാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിൽ എങ്ങനെ എഴുതി, എന്തിനെഴുതി എന്നൊക്കെയുള്ളതാണ് അവിടെ പറയുന്നത്. തിയറിക്ക് മുന്നേ ഉള്ള തിയറി, ക്രിറ്റിസിസം ടു തിയറി, ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് വാട്ട് ഈസ് ലിറ്ററേച്ചർ, ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ട്. വാട്ട് ഈസ് ലിറ്ററേച്ചർ? സോ നമുക്ക് അതിലേക്ക് പോകാം. ഫസ്റ്റ് ഐ വിൽ റീഡ് ഇറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. ഐ വിൽ റീഡ് ഈച്ച് ആൻഡ് എവറിഥിങ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഐ എം എക്സ്പ്ലെയിനിങ് ടു യു. മൊത്തം ഇരുന്ന് വായിച്ച് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആപ്റ്റായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ ഞാൻ പോയിന്റ് ചെയ്ത് പറയും. എല്ലാവരും അതൊന്ന് വരച്ചിടുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയോ ചെയ്യുക. സോ വാട്ട് ഈസ് ലിറ്ററേച്ചർ? Sometimes simple questions flummox as simply because we take certain things and ideas about which questions cannot be asked for granted. The question which appears in form of heading to the session belongs to that category. One of the easy, always known and yet difficult to answer questions. Nonetheless, let us make an attempt to tackle it and some other related questions. So, literature എന്ന പറഞ്ഞ ക്വസ്റ്റ്യനിലേക്കുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ട് ഇസ് ലിറ്ററേച്ചർ? Everyone raising the question. So we can go for the answers. So next paragraph. The term literature, as Raymond Williams, with whose work you may already be familiar, has reminded us, is of a comparatively recent origin. Originally, it referred to, as indeed it still does, in written, printed matter on any subject. So, ലിറ്ററേച്ചർ എന്നുള്ള ക്വസ്റ്റ്യനിലുള്ള ആദ്യത്തെ ഒരു ഉത്തരം ഇവർ കണ്ടെടുത്തത് വില്യം റെയ്മണ്ട് എന്ന് പറയുന്ന ഒരു റൈറ്റർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് എനി റിട്ടൺ അല്ലെങ്കിൽ പ്രിന്റഡ് മാറ്റർ ആണെന്നാണ് പറയുന്നത്.
ഒരു സബ്ജക്റ്റിനെ പറ്റി എഴുതിയേക്കുന്നതോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതോ എന്തെങ്കിലും മാറ്റർ ആയിരിക്കാം ലിറ്ററേച്ചർ എന്നാണ് റെയ്മൺ വില്യംസിന്റെ ഒരു വർക്കിൽ നിന്നും ആദ്യത്തെ ഒരു ഡെഫിനിഷൻ നമുക്ക് കിട്ടിയത്. We still refer to medical literature, talk about availability or otherwise as literature on a subject, etc. Earlier, it signified something similar. It is from this source that term literature was derived sometime in the 19th century and began connoting specifically was earlier covered under the rubric of poetry. As an academic discipline, As an academic discipline, classics and rhetoric preceded it. Literature critical meaning is still visible in use of the word literature. So, അങ്ങനെ ഇരുന്നപ്പോൾ പറയുന്നു ലിറ്ററേച്ചർ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലിറ്ററേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. ഇത് 19th സെഞ്ച്വറിയിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ 19th സെഞ്ച്വറിയിൽ നിന്നും വന്നിരിക്കുമെന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഇറ്റ് മേ ബി ദ ബ്രോഡ് റുബ്രിക് ഓഫ് പോയട്രി. ആ പോയട്രി എന്ന് പറയുന്നതായിരിക്കും ലിറ്ററേച്ചർ എന്ന് പറയുകയാണ്. അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു someone who written or printed about any subject matter എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നു 19th സെഞ്ച്വറിയിൽ നിന്നാണ് ലിറ്ററേച്ചർ വന്നത്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ലിറ്ററേച്ചർ വന്നതെന്ന് പറയുന്നു. മേ ബി ഇത് സ്പെസിഫിക്കലി പോയിന്റ് ചെയ്തത് റൂബ്രിക് ഓഫ് പോയട്രി, അതായത് പോയട്രി എന്ന് പറയുന്നത് കണ്ടന്റ് ആയിരിക്കും ലിറ്ററേച്ചർ എന്ന് ചിലർ പറയുന്നു. എന്നാൽ ചില അക്കാഡമിക് ഡിസിപ്ലിൻ മീൻസ് സബ്ജക്ട്സ്, അതിനകത്ത് കണ്ടുപിടിച്ചത് ചില ക്ലാസിക് അല്ലെങ്കിൽ റിട്ടോറിക് വർക്കുകളായിരിക്കും ലിറ്ററേച്ചർ. ചില ക്ലാസിക്കുകളെ പറ്റി അല്ലെങ്കിൽ റിട്ടോറിക് വർക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് ബിയോണ്ട് ദ തിങ്കിങ് എബിലിറ്റി ഓഫ് പോയിറ്റ്. അപ്പൊ അങ്ങനെയുള്ള വർക്കിലായിരിക്കാം ചിലപ്പോൾ ലിറ്ററേച്ചർ വന്നെന്നും പറയുന്നു. അങ്ങനെ ഇരുന്നപ്പം മാത്യു ആർണോൾഡ് പറഞ്ഞ എന്താന്ന് നോക്കാം. മാത്യു ആർണോൾഡ് 1822 to 88 gave it the final seed of its current meaning in his famous essay. Now, in its specialized use, it means what poetry used to signify in early times. It includes all imaginative writing, poetry, fiction, drama. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും മാത്യു ആർണോൾഡ് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ പോയട്രി മാത്രമല്ല, പോയട്രി, പ്രോസ്, ഡ്രാമ, ഈ കാര്യങ്ങളെ എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാം വരുന്നതാണ് ലിറ്ററേച്ചർ. ദാറ്റ് ഈസ് സംതിങ് ഇമാജിനേറ്റീവ് റൈറ്റിംഗ്. അപ്പൊ മാത്യു ആർണോൾഡ് കോൺസെപ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഒരു ഇമാജിനേറ്റീവ് റൈറ്റിംഗ് ആയിരിക്കാം ലിറ്ററേച്ചർ എന്ന് പറയും. The rise of the notion of literature is intimately related to the growth of the print industry. അപ്പം മാത്യു ആർണോൾഡിന്റെ ആ ഒരു കോണ്ടന്റ് വരെ പറഞ്ഞു. അതിനുശേഷം അടുത്തത് വരാൻ പോകുന്നത് ലിറ്ററേച്ചർ എങ്ങനെയാണ് റൈസ് ആയത്, ഹൗ ലിറ്ററേച്ചർ ബിക്കംസ് ഫെമിലിയർ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ലിറ്ററേച്ചർ ഫെമിലിയർ ആയത് പ്രിന്റ് ഇൻഡസ്ട്രി ഒക്കെ വളർന്നത് കൊണ്ടാണ്. പ്രിന്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് പ്രിന്റ് അടിച്ചു വരണം. അപ്പൊ പ്രിന്റിംഗ്, ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് മെഷീനറീസ് ഹെൽപ്പ് ദ യോണർ ടു ബിക്കം റെവല്യൂഷനൈസ്. അല്ലെങ്കിൽ ഈ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്ന യോണർ ഉയർന്നു വരാൻ കാരണമായ ഒരാൾ പ്രിന്റ് ഇൻഡസ്ട്രി ആണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മെഷീൻ സെറ്റപ്പുകൾ വന്നു. അപ്പം ഇത് ഐ തിങ്ക് നിങ്ങൾ ഡിഗ്രി പഠിച്ചപ്പം റൊമാൻറ്റിക് ഏജ് പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എടുത്തവർ എന്തായാലും റൊമാൻറ്റിക് ഏജ് പഠിച്ചിട്ടുണ്ടല്ലോ. റൊമാൻറ്റിക് ഏജ് പഠിച്ചിട്ടില്ലേ? കേരള യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്, എഗ്നോയിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും റൊമാൻറ്റിക് ഏജ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓരോ ഏജ് ആണ്. ചോസർ, അഗസ്റ്റൻ, വിക്ടോറിയൻ, റൊമാൻറ്റിക്, ഇങ്ങനെ കുറേ ഏജുകളുണ്ട്. ഈ ഏജുകളിൽ റൊമാൻറ്റിക് ഏജ് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്ന സമയം. ഇനിയും എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? പണ്ട് വലിയ രീതിയിൽ ഡെവലപ്മെൻറ്റുകൾ ഇല്ലാതെ കിടക്കുമായിരുന്നു. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടത്താണ് പ്രിൻറ്റിംഗ് മെഷീനൊക്കെ വന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചർ ഫേമസ്, അതായത്
എല്ലാവരിലേക്കും എത്തിയത്. ഇറ്റ് ഈസ് സംതിങ് ഗെറ്റിംഗ് ഇൻ ടു ഈച്ച് ആൻഡ് എവറി സിംഗിൾ നോഡ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയാം. അതായത് എല്ലാവരുടെയും കൈകളിലേക്ക് ഓരോ നോവൽസ്, ഓരോ വർക്കുകൾ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. പ്രിന്റിംഗ് മെഷീൻസ് വന്നു. അപ്പം റൈറ്റേഴ്സ് എഴുതുന്ന ഓരോ വർക്കുകളും പ്രിന്റ് ചെയ്ത് സാധാരണക്കാരുടെ ഇടയിലേക്ക് വരെ പോയി. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞത്. എന്താണ്? പ്രിന്റിംഗ് മെഷീൻസ് ഡ്യൂറിങ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. യൂറോപ്പിലെ ആ സമയത്തെ പ്രിന്റിംഗ് മെഷീനറീസ് വളർന്നു വന്നതുകൊണ്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന യോണർ ഫ്ലറിഷ് ചെയ്യാൻ കാരണമായെന്ന് പറയുന്നു. ഇനി then sorry okay then next പറയുന്നത് now in its specialized use it means what poetry used to signify in earlier times. It includes all imaginative writing, poetry, fiction, drama. നമ്മൾ പറഞ്ഞു. പിന്നെ the notion of literature related to ലിറ്ററേച്ചർ എന്ന് പറയുന്ന നോഷൻ ഇൻറ്റിമേറ്റ്ലി റൈസ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വാട്ട് ഹെൽപ്പ് ദ ലിറ്ററേച്ചർ ടു ബി റൈസ് എന്ന് പറഞ്ഞാൽ ആൻസർ അവിടെ തന്നെ ഉണ്ട്. ദ ഗ്രോത്ത് ഓഫ് പ്രിന്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇതൊക്കെയാണ് കാരണമായത്. കൊമോഡിറ്റീസ്, ആ സമയത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നപ്പോഴത്തേന് ബുക്കുകൾ കൊമോഡിറ്റീസ് ആയി മാറി. ഇതെല്ലാം എല്ലാ ആൾക്കാരുടെ ഇടയിൽ എത്താൻ തുടങ്ങി. അതാണ് മിഡിൽ ക്ലാസ് വിച്ച് ഹാഡ് ലെഷർ ആൻഡ് ലിറ്ററസി ടു റീഡ് ബുക്സ്. അപ്പം ഈ ഇങ്ങനെ മാർക്കറ്റിൽ എക്കണോമിക്ക് ഭയങ്കര ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പം ഈ ഓരോ ബുക്കും മിഡിൽ ക്ലാസ്സുകളുടെ കരങ്ങളിൽ വരെ എത്താൻ തുടങ്ങി. അവർ ലെഷർ ടൈമുകളിൽ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന യോണർ കുറച്ചുകൂടെ റൈസായി. അതവർ താഴെ എഴുതിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ആ ഒരു ആരോ ഇട്ടുള്ളതും നിങ്ങൾക്ക് എഴുതാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻട്രൊഡക്ടറി പാർട്ടുകളിൽ മെൻഷൻ ചെയ്യാം. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയലൈസേഷൻ, ലെഷർ, ലിറ്ററേച്ചർ, കൾച്ചർ. അഗ്രികൾച്ചർ ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ഓരോ ഫേസ് ആയിട്ടാണ് കാണിക്കുന്നത്. അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ പാവപ്പെട്ടവരെല്ലാവരും കൃഷിയിടങ്ങളിൽ മാത്രം ജോലി ചെയ്ത് അവിടെ ഒതുങ്ങി നിൽക്കും. ഇവർ വായനകൾ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല, വായിക്കത്തില്ല, ബുക്കുകളൊന്നും ഇവർക്ക് അറിയില്ല, ഓതേഴ്സിനെ അറിയില്ല. ഇനി പാവപ്പെട്ട ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അല്ലേ? ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പം കോമൺ പീപ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഗ്രികൾച്ചറിന് ശേഷം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പം ഈ മെഷീൻസ് കൊണ്ടുവന്നു. അപ്പം പാവപ്പെട്ട മിഡിൽ ക്ലാസ്സുകാർ അല്ലെ പുവർ പീപ്പിൾ പോയി വർക്ക് ചെയ്ത് അവരുടെ കൈകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ മെഷീൻസ് വന്നപ്പം മെഷീൻസായി അവർക്ക് അവരുടെ ജോലികൾ ഒന്നുകൂടെ എളുപ്പമാക്കി തീരാൻ സഹായിച്ചു. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു പുതിയ വളർച്ച കൊണ്ടുവന്നു നാട്ടിൽ. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ ഫീൽഡിലും വളർച്ച ഉണ്ടായി. ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഇൻ ദ ഫീൽഡ് ഓഫ് റൈറ്റിംഗ്, ലിറ്ററേച്ചർ, എല്ലായിടത്തും ഈ ഒരു വളർച്ചയ്ക്ക് കാരണമായി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് നമ്മൾ മുമ്പേ പറഞ്ഞു പ്രിന്റിംഗ് മെഷീൻ വന്നു, അതെല്ലാം ഇൻവെന്റ് ചെയ്തു, ബുക്കുകൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഈച്ച് ആൻഡ് എവറി നോക്കിലേക്ക് ഈ ബുക്കുകളും വർക്കുകളും എത്താൻ തുടങ്ങി. അങ്ങനെ അഗ്രികൾച്ചർ സമയത്ത് 8 മണിക്ക് ജോലിക്ക് കയറിയാൽ വൈകിട്ട് 8 മണിക്ക് ഇറങ്ങുന്നവർക്ക് മെഷീൻസിൻ്റെ ഇന്നോവേഷൻ വന്നപ്പോഴത്തേനും ദ വർക്ക് ടൈം വാസ് ലിമിറ്റഡ്. അവർ 8 മണിക്ക് കയറി 4 മണിക്ക് ഇറങ്ങാൻ അവർക്ക് പറ്റും. അങ്ങനെ അവരുടെ ലെഷർ ടൈമിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന കോണ്ടന്റ് അറിയാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് പഠിക്കാൻ തുടങ്ങി. ആ ലിറ്ററേച്ചർ വന്നതോടെ കൾച്ചറിന് മാറ്റം ഉണ്ടായി. അപ്പോൾ ലിറ്ററേച്ചർ സൊസൈറ്റിയിലേക്ക് വന്നു, എല്ലാവരും വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. ഇലിറ്ററേറ്റ് റേറ്റുകൾ മാറാൻ തുടങ്ങി, ഇലിറ്ററസിയുടെ കോൺസെപ്റ്റ് മാറി. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കുമ്പം ആ കൾച്ചറൽ സിവിലൈസേഷൻ അവിടെ നടന്നു. ഇതാണ് ഈ ഒറ്റ ഒരു ഗ്രാഫിൽ പറയുന്നത്. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയലൈസേഷൻ, ലെഷർ, ലിറ്ററേച്ചർ, കൾച്ചർ. ഒന്നുകൂടെ പറയാം. അഗ്രികൾച്ചർ എന്ന് പറയുമ്പം എല്ലാവരും ഫീൽഡുകളിൽ ഇറങ്ങി ജോലി ചെയ്യുന്നു. നത്തിങ് ഈസ് ദർ ഇസ് നോ ഓപ്പൺ മൈൻഡഡ്, എവ്രി വൺ ആർ ജസ്റ്റ് ഇൻ എ കൺഫൈൻഡ് മാനർ ആയിരുന്നു. പെട്ടെന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. അത് റൊമാൻറ്റിക് ഏജിലാണ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നത്. ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ വന്നു. ഈ കൃഷിയിടങ്ങളിലൊക്കെ കൈകൊണ്ട് ജോലി ചെയ്യുന്ന പണിക്കാർക്ക് മെഷീൻസ് വന്നപ്പം അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. അങ്ങനെ അവരുടെ വർക്ക് ടൈം ലിമിറ്റഡ് ആയി.
അവർക്ക് ലെഷർ ടൈം കിട്ടി. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിനകത്ത് ഒരു മാറ്റമാണ് പ്രിന്റിംഗ് മെഷീൻ ഇൻവെന്റ് ചെയ്ത സമയമാണ് ആ സമയത്ത്. അങ്ങനെ ബുക്കുകൾ പ്രിന്റ് ചെയ്ത് എല്ലാവരിലേക്കും എത്താൻ തുടങ്ങി. പണ്ട് എലൈറ്റ് ക്ലാസ്സുകാർ, രാജകീയമായുള്ള ആൾക്കാർക്കിടയിലേക്ക് മാത്രമേ ഈ പോയറ്റ്സ് എഴുതുന്ന ബുക്കുകൾ പോകത്തുള്ളൂ. ഈ പാവപ്പെട്ടവർക്ക് കിട്ടാനില്ല. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഇൻഡസ്ട്രിയലൈസേഷൻ വന്നത്. അങ്ങനെ ഫ്രീ കിട്ടിയപ്പം ഈ ലെഷർ ടൈമിൽ ഇവർ ലിറ്ററേച്ചറിലേക്ക് ഇൻഡൾജ് ചെയ്യാൻ തുടങ്ങി. ആ ലെഷർ ടൈമിൽ ലിറ്ററേച്ചർ വർക്കുകൾ വായിച്ച് സ്വാഭാവികമായും അവരുടെ കൾച്ചറൽ സിവിലൈസേഷന് കാരണമായി. ഇതാണ് ആ ഗ്രാഫിൽ പറയുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? I need response, otherwise I am just have a conversation with അതുകൊണ്ട് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. So what is literary criticism? This too is one of those awkward questions about which I have already told you. When someone asks you whether you like a particular book, a novel, a short story, and you say yes or no, you are on the threshold of literary criticism. When she asks you why and then you attempt an answer trying to rationalize your perception. അപ്പോൾ ആ perception ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. Perception you are doing literary criticism. So perception and doing ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Then, albeit at a rudimentary level. Similarly, you do film or art criticism, understanding and interpreting literary experience even when not articulated can be literary criticism. Now, this can be an amateurish response. Alternatively, it could also be a highly sophisticated, professional one of kind we generally read in review columns or journals. Okay. ആ ഒരു ഏരിയയിൽ നമ്മൾ രണ്ട് വർക്ക് പറഞ്ഞു, പെർസെപ്ഷനും ഡൂയിങ്ങും. അപ്പോൾ ആ ഒരു വേർഡ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്രിറ്റിസിസം എന്താണെന്ന്. ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓർ ഇറ്റ് ഈസ് ജസ്റ്റ് അവർ അനാലിസിസ് ഓഫ് എ വർക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ വർക്കിനെ പഠിച്ച് അതിലേക്ക് ഇറങ്ങി ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിനെയാണ് പെർസെപ്ഷൻ ആൻഡ് ഡൂയിങ്. For example, I was just reading a book now and I am just perceiving everything to myself. ആ ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എന്തൊക്കെയാണ് അതിനകത്തുനിന്ന് കിട്ടിയ ഐഡിയാസിനെ ഞാൻ പെർസീവ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു. ദാറ്റ് ഈസ് rudimentary ലെവൽ. ദാറ്റ് ഈസ് ഇൻ്റർപ്രിറ്റിംഗ് അവർ തിങ്സ്. അതാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഈ ക്രിറ്റിസിസം ശരിക്കും ഒരു ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഫഷണൽ തിങ് തന്നെയാണ്. അതായത് ചുമ്മാതെ ഇരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ പീപ്പിളിന് അങ്ങനെ ചിന്തിച്ച് ക്രിട്ടിസൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും പറ്റില്ല. അതൊരു പ്രൊഫഷണലായിട്ട് കുറച്ചുകൂടെ പഠിച്ച് നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് മാത്രമേ ഒരു വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് കോമൺ പീപ്പിൾ ഒരാൾ ഒരിക്കലും ചിലപ്പോൾ അങ്ങനൊന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഫഷണൽ ആണെന്ന് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓരോ സിനിമയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ റിവ്യൂ എടുക്കാൻ പോകും. അപ്പം ARM ഫിലിം അല്ലെ ഏതെങ്കിലും ഫിലിം നമ്മൾ ജസ്റ്റ് റിവ്യൂ നോക്കുമ്പോൾ പല ആൾക്കാർ പല ഇൻ്റർപ്രിട്ടേഷൻ എഴുതും. അതാണ് ക്രിറ്റിസിസം. ദാറ്റ് ഈസ് ഫ്രം ദെയർ പോയിന്റ് ഓഫ് വ്യൂ. ഇനി നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇംഗ്ലീഷ് പോയറ്റ്സ് ആൻഡ് ക്രിറ്റിക്സ് ഹൂസ് വർക്ക് you read have battled over the question of the relative superiority or otherwise of criticism over creation. Wordsworth and Arnold, for example, some enduring criticism has also come into being by the way of defense of poetry. You already know of some of these, such as Sidney and Shelley's essay. The classical criticism of Greeks and Romans grew around attacks on and defense of the position of the poets in a civil society. Aesthetic and poetics were terms that were earlier used before the vogue of criticism set. You can find the brief histories of some common words in William's books entitled Keywords. And then more recently, theory was introduced. Okay. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം.
റിലേറ്റീവ് സുപ്പീരിയോറിറ്റിയും സിവിൽ സൊസൈറ്റിയും. ആ വേർഡ് വെച്ച് ഞാനൊരു കഥ പറയാം. സോ ഫസ്റ്റ് റിലേറ്റീവ് സുപ്പീരിയോറിറ്റിയും സിവിൽ സൊസൈറ്റി, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പറയും എല്ലായിടത്തും ഡിഫറൻസസ് ഉണ്ട്. അത് വാട്ട് എവർ ദ ഫീൽഡ് ഇറ്റ് ഈസ്, there are differences. High level people, low level people, high level writing, low level writing, high level of thinking ability, cultureless level of thinking ability, color difference, racism, എല്ലായിടത്തും ഈ പറയുന്ന കൺസെപ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് നൗ ഓൾസോ മൂവിങ് ഓൺ, അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇനി പണ്ടത്തെ ഒരു വലിയ പ്രത്യേകത, ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞ പോലെ പണ്ട് സിനിമകളിൽ മോഹൻലാൽ, മമ്മൂട്ടി സുന്ദരനും സുന്ദരികളായ നടിമാരും നടന്മാരും മാത്രമായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഏതൊരാൾക്കും ഫിലിമിലേക്ക് അഭിനയിക്കുക എന്നുള്ളൊരു കോണ്ടന്റ് ഒക്കെ ഇപ്പൊ വന്നു. ദാറ്റ് ഈസ് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. പീപ്പിൾ ആർ ജസ്റ്റ് ഗെറ്റിംഗ് സിവിലൈസ്ഡ്. ഇനി റൈറ്റിംഗിലേക്ക് പോകുമ്പോഴും ഇപ്പൊ ആർക്ക് വേണേലും ബുക്കൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന കാലമായി. ഇനി നമുക്ക് പഴയതിലേക്ക് പോകാം. പണ്ടത്തെ ലിറ്ററേച്ചറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, that is elite versus poor people. ഒരു എക്സാമ്പിളിൽ പറയാം. ഷേക്സ്പിയർ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദ മേജർ ഇംഗ്ലീഷ് പോയറ്റ്, ദ ബാൻ ഓഫ് വെസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബാൻ ഓഫ് അങ്ങൊരു ടൈറ്റിലുണ്ട്, ഞാൻ മറന്നുപോയി. എനിവേ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഇപ്പം നമ്മൾ ഒരു ലൈബ്രറി പോയിട്ടൊന്ന് എടുത്ത് വായിക്കാൻ ശ്രമിച്ചേ, ആർക്കെങ്കിലും മനസ്സിലാവോ? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പോയം നമ്മളിപ്പോൾ ഒരു ലൈബ്രറി പോയിട്ട് ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവോ? ഇല്ല. യെസ്, ബിക്കോസ് ഹിസ് വർക്ക് ഈസ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു എ പർട്ടിക്കുലർ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. അദ്ദേഹം അന്ന് എഴുതിയതെല്ലാം റോയൽ കോർട്ടുകളിലേക്ക് വേണ്ടി മാത്രമായിരുന്നു. കോമൺ പീപ്പിളിനെ കൺസിഡർ ചെയ്യാതെ ഹിസ് റൈറ്റിംഗ് ഈസ് ഓൺലി സബ്ജക്റ്റഡ് ടു ദ സുപ്പീരിയോറിറ്റി. ഉയർന്ന തലത്തിൽ നിൽക്കുന്ന, ഐ ഡോണ്ട് നോ ദാറ്റ് മലയാളം, ഉയർന്ന ആൾക്കാരിലേക്ക് മാത്രം, അല്ലെങ്കിൽ റോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, പ്രൊഫഷണലിസ്റ്റ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അതാണ് റോയൽ സുപ്പീരിയോറിറ്റി. അദ്ദേഹത്തെ പോലെ തന്നെ ഒരുപാട് റൈറ്റിങ്സ് അങ്ങനെ വന്നു. അതിനകത്ത് ഇവിടെ രണ്ട് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് ഡിഫെൻസ് ഓഫ് പോയട്രി. നമുക്കത് പഠിക്കാനുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് സിഡ്നി എഴുതിയതാണ്. ആർക്കെതിരെയായിരുന്നു ഞാൻ മാത്രം ഓർക്കുന്നില്ല. വേർഡ്സ് വിത്ത് ആർണോൾഡ്, ഫോർ എക്സാമ്പിൾ, സം ക്രിറ്റിസൈസ് ബി ബീൻ ഡിഫെൻസ് ഓഫ് പോയട്രി, യു നോ സം ഓഫ് ദീസ് സിഡ്നീസ്. ആർക്കെതിരെയായിരുന്നു ഓർക്കുന്നില്ല. ഡിഫെൻസ് ഓഫ് പോയട്രി എന്നൊരു വർക്ക് ഉണ്ട്. അതിനകത്ത് പോയട്രി ഇങ്ങനെ ആവണം, അതായത് പണ്ട് കൊണ്ടുവന്നിരുന്ന പോയട്രിയുടെ കുറച്ച് കോൺസെപ്റ്റിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുകയാണ് നമ്മുടെ സിഡ്നി എഴുതിയതാണ് ഡിഫെൻസ് ഓഫ് പോയട്രി. യെസ്, കിട്ടി. നിയോ ക്ലാസിക്കൽ പോയട്രി. നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ പഴയകാല പോയട്രിയിൽ പറയുന്നത് ഓർണമെന്റേഷൻ ഉള്ള ലാംഗ്വേജ്. ഓർണമെന്റേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ലാംഗ്വേജിലായിരിക്കണം പോയട്രി. പോയട്രിക്ക് റിതം ഉണ്ട്, റൂൾ ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, ഇങ്ങനൊക്കെ പറഞ്ഞായിരുന്നു വില്യം വേർഡ്സ്വർത്തും ചോസറും ഒക്കെ പോയട്രി എഴുതിയത്. ആ കോണ്ടന്റിനെ എതിരെ ഡിഫെൻഡ് ചെയ്തൊരു വർക്കാണ് ഡിഫെൻസ് ഓഫ് പോയട്രി ബൈ സിഡ്നി. അപ്പം ശരിക്കും സിഡ്നി ഡിഫെൻഡ് ചെയ്തത് ആ റോയൽ സുപ്പീരിയോറിറ്റി കോൺസെപ്റ്റുകൾക്കെതിരെയാണ്. അത് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ഈസിലി കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ളതായിരിക്കണം പോയട്രി എന്നാണ് ഇപ്പോഴത്തെ പോയറ്റ്സ് പറയുന്നത്. അല്ലെങ്കിൽ വേർഡ്സ്വർത്ത് പോലുള്ളവർ, റൊമാൻറ്റിക് പോയറ്റ്സ് മുതൽ അവർ ചെയ്തത് പോയട്രി എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫോർ ദ റോയലിസ്റ്റ് ഓർ സുപ്പീരിയറിസ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ കൺഫൈൻഡ് ടു ദ ഹോൾ കോമൺ പീപ്പിൾ. ഇതാണ് ക്രിറ്റിസിസം. പഴയ വർക്കുകളെ എടുത്ത് അതിൻ്റെ ഫോൾട്ടുകൾ കണ്ടുപിടിച്ച് അതിനെ നിരൂപിക്കുന്നതാണ് ലിറ്റററി ക്രിറ്റിസിസം. അതിനകത്ത് ഒരു ക്രിറ്റിസിസിന്റെ എക്സാമ്പിൾ മാത്രം നിങ്ങൾക്കുണ്ട്. ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നൊരു വർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് അവിടെ ആ ഒരു വർക്കിനെ നിങ്ങൾ മെൻഷൻ ചെയ്ത് ആൻസർ എഴുതിയാൽ മതി. പിന്നെ അവിടെ വേറൊരു പേര് വന്നിട്ടുണ്ട്, സിവിൽ സൊസൈറ്റി. അപ്പൊ അതെന്താ നോക്കാം. The classical criticism of the Greek and Romans grew around attacks and defense and position of the poets in civil society. Yes.
ഇനി സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ മുന്നിൽ ഒരു വേർഡ് പറഞ്ഞു, കൾച്ചർ, ലിറ്ററേച്ചർ, കൾച്ചർ. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ, എന്താ പറയണ്ടേ, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, ആർബനൈസേഷൻ വന്നു, ഇങ്ങനെ മാറ്റങ്ങളെല്ലാം വന്നപ്പം മനുഷ്യൻ എല്ലാവരും കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആയി. അപ്പൊ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും സുപ്പീരിയോറിറ്റിയും തമ്മിലാണ് ഫൈറ്റ്. സുപ്പീരിയോറിറ്റി റൈറ്റേഴ്സ് പറയുന്നത് എന്താ ഒരു കവിത എഴുതണമെങ്കിൽ ഇങ്ങനെയുണ്ട്, കവിതയ്ക്ക് റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. പക്ഷെ സിവിൽ സൊസൈറ്റി പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ ഫോർ ദ കോമൺ പീപ്പിൾ. ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരാണ്. അപ്പം പഴയ നമ്മുടെ അമ്മമാരുടെ ജനറേഷൻ്റെ ഒക്കെ പ്രത്യേകത, കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ജനലിന്റെ പുറകെ നിന്ന് സംസാരിക്കണം, ആണുങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരരുത്, ആണുങ്ങൾ ഇരിക്കരുത്, അങ്ങനെ കുറേ എന്താ പറയണ്ടേ, മലയാളം എന്താണ്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അതാണ് സുപ്പീരിയോറിറ്റി, റോയൽ സുപ്പീരിയോറിറ്റി കോൺസെപ്റ്റ് എന്ന് വേണേൽ പറയാം. എന്നാൽ നമ്മളെപ്പോലുള്ള ഒരു സിവിൽ സൊസൈറ്റിയാണ്, വി ആർ സിവിലൈസ്ഡ്. അപ്പം നമ്മളെപ്പോലുള്ള ജനറേഷൻ വന്നപ്പോഴത്തേനും അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. ദേ ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ ഹ്യൂമൻ നേച്ചർ എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് അവിടെ നോക്കാനുള്ളത്. അപ്പം ലിറ്റററി ക്രിറ്റിസിസവും മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണോ? ഇന്ന് ഞാൻ 3 കാര്യമേ എടുക്കുന്നുള്ളൂ. വാട്ട് ഈസ് ലിറ്ററേച്ചർ, വാട്ട് ഈസ് ക്രിറ്റിസിസം, വാട്ട് ഈസ് തിയറി. അപ്പം ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? തിയറി എന്താണെന്നൊന്ന് നോക്കാം. സോ very generally speaking, any theory provides a system by which experience can be organized and made sense of, or at least in something which will be comprehensible. All theories are constructed against the threat of chaos, which is the absence of system or organizing principles, to make sense of what comes to us, however professional and imperfect that sense may have to be. That is the basis of all dogma, religious and political alike. What applies to life also applies to our experience of works of art. How does a work of art mean what it means? How do we make sense of the work, whether it be a literary or non-literary text? Under what conditions is meaning produced? Literary theory, as we know, it owns to origin the human attempt to deal with these issues. Where does meaning lie? In the text or in the mind of the reader? Does the author use the form of the poem or novel as an empty receptacle which she then fills? Actually, എനിക്കിത് ക്ലിയർ അല്ല. PDF. What is there? Fills, impregnates like heavenly muse, dove-like, as Milton says, with meaning. What effect does it produce in the mind of the reader? Does the subjectivity of the reader determine or contribute to the meaning of the work of our literature that she is exposed to? Or is meaning an objective reality having an ontological system? Does the reader make special attempts to get the meaning immanent in the text? You can see that these are clearly philosophical issues. The philosopher asks similar questions about objective and absolute reality, whether the tree that I see or touch is the reality. Yes. So we are finding out whether it is real or not. So set of theories are there. These theories are just making us to think more about what is there inside this world. അപ്പോൾ ഈ സെറ്റ് ഓഫ് തിയറീസിൻ്റെ ഉദ്ദേശം ഈസ് ആക്ച്വലി ആപ്ലിക്കേഷൻ ആണ്. വി ആർ സ്റ്റഡിങ് ദ തിയറീസ് ഫോർ ആപ്ലിക്കേഷൻ ലെവൽ. കെമിസ്ട്രി ലാബിൽ പോയി മഗ്നീഷ്യം കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ വരുമ്പം ഫ്യൂംസ് വരും എന്ന് നമ്മൾ പറയുന്നു. ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് തിയറീസ് വി ആർ സ്റ്റഡിങ് ടു അപ്ലൈ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് ഈ ഭാഗം ശ്രദ്ധിക്കേണ്ട, നെക്സ്റ്റ് ആണ് നോക്കാനുള്ളത്. സോ ഇവിടെ പറയുന്നത് ഞാൻ ആ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. വർക്കിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് കുറേ തിയറീസ് പഠിക്കാനുണ്ട്. സൈക്കോ അനാലിസിസ് തിയറി, സോഷ്യൽ ക്രിറ്റിസിസൽ തിയറി, ഒരുപാട് പേരുള്ള തിയറീസ് പഠിക്കാനുണ്ട്. ഈ ഓരോ തിയറിയും പഠിക്കുമ്പോഴും ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ തിയറി എന്തിനാന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് ഫിലോസഫിക്കൽ ഇൻ നേച്ചർ. ഫിലോസഫിക്കൽ എന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കാണുന്നത് ശരിയാണോ, ഇത് ശരിയാണോ, അത് ശരിയാണോ, അപ്പം ഇൻ്റർപ്രിട്ടേഷൻസ് തന്നെയാണ്
തിയറീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നെക്സ്റ്റ് പാരഗ്രാഫിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഇൻ ദെയർ ഫിലോസഫിക്കൽ റൈറ്റിംഗ് ഹോബ്സ് 1588 to 1675 and Locke 1632 to 1704 talk about wit and judgment and illustrate their general theory by referring to, among other categories of knowledge like history, poetry. Hobbes says, in a good poem, both judgment and fancy are required. Judgment without fancy is wit, but fancy without judgment not. The 18th century philosopher Kant, 1724 to 1804, had talked about aesthetic judgment as opposed to moral judgment and described it as purposiveness without purpose. Wordsworth, 1770 to 1850, the theory of literature, in his preface to the lyrical ballads, as much literary criticism as a theory, the romantic theory of poetry. Yes. ഇവിടെ പറയുന്നത് ഫിലോസഫിക്കൽ റൈറ്റിംഗ്സ് തന്നെയാണ് തിയറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഹോബ്സ് ആൻഡ് ലോക്ക് എന്ന് പറയുന്ന രണ്ട് പേര് കൊണ്ടുവന്ന കുറച്ച് വേർഡാണ് വിറ്റ് ആൻഡ് ജഡ്ജ്മെന്റ്. അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ് പോയത്തിന്, ഹോബ്സ് പറയുന്നത് ഒരു ഗുഡ് പോയത്തിന് എന്താണ് വേണ്ടത്? ജഡ്ജ്മെന്റും ഫാൻസിയും റിക്വയർഡ് ആണ്. ഫാൻസി വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഇസ് വിറ്റ്, ബട്ട് ഫാൻസി വിത്തൗട്ട് ജഡ്ജ്മെന്റ് വിത്തൗട്ട് ഫാൻസി ഇസ് വിറ്റ്, ബട്ട് ഫാൻസി വിത്തൗട്ട് ജഡ്ജ്മെന്റ് നോട്ട്. അതിനു മുന്നേ ഈ വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ടല്ലോ, വിറ്റ് ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതല്ലേ? Harmony that has to be thought about. ആൻഡ് ഓൾസോ വേറൊരു മീനിങ്, വേറെ എന്തെങ്കിലും ഒരു മീനിങ് പഠിച്ചിട്ടുണ്ടോ വിറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്തെങ്ങാനും വിറ്റ് കേട്ടിട്ടുണ്ടോ? WIT, പോയറ്റ്സ് ഓഫ് വിറ്റ്, അങ്ങനെ വല്ലോ? ഓക്കെ, സോ വിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈലി ഇന്റലിജൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് 16th സെഞ്ച്വറിയിലെ കുറച്ച് യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഉണ്ട്. സംതിങ് മോർ ഇന്റലിജന്റ് തന്നെയാണ് വിറ്റിന്റെ അർത്ഥം. ജനറൽ ആയിട്ടുള്ള ഒരു അർത്ഥം തന്നെ ഞാൻ പറയാം, ഇറ്റ് ഈസ് മോർ അബൌട്ട് ഇന്റലിജൻസ് അല്ലെങ്കിൽ കീൻ ഇന്റലിജൻസ് എന്നാണ് വിറ്റിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കോൺസെപ്റ്റ് പറഞ്ഞു. എന്താണ്? ജഡ്ജ്മെന്റ് വിത്തൗട്ട് ഫാൻസി ഈസ് വിറ്റ്. അപ്പൊ ഫാന്റസി അല്ലെങ്കിൽ ഫാൻസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പോയട്രിയെ ഒരുപാട് ഓർണമെന്റേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. ഈ ഫാൻസിയും ഫാലസിയും ഒക്കെ വില്യം വേർഡ്സ്വർത്തും നമ്മുടെ കോൾറിഡ്ജും ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കോൾറിഡ്ജിന്റെ ഒരു വർക്ക് ഉണ്ട്, കുബ്ലാ ഖാൻ. നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഡിഗ്രിക്കുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. കുബ്ലാ ഖാൻ എന്നുള്ള വർക്കിനകത്ത് കൂടുതലും ഹൈലി ഇമാജിനേറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഇവരുടെ ഒരു കോൺസെപ്റ്റിൽ ഇവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടത് ജഡ്ജ്മെന്റ് വിത്തൗട്ട് ഫാൻസി. ഒരു വർക്കിനെ എടുത്തിട്ട് അതിനകത്ത് ജഡ്ജ്മെന്റലായിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രം കൊടുക്കുന്ന പോയമായിരിക്കും ഇന്റലിജന്റ്, മോർ വർത്ത് പോയം എന്നാണ് ആര് പറയുന്നത്? ഹോബ്സ് പറയുന്നത്. എന്നിട്ട് അവർ വൈസ് വേഴ്സ പറയുന്നു, ഫാൻസി വിത്തൗട്ട് ജഡ്ജ്മെന്റ് നോട്ട്. അപ്പൊ ഇവരുടെ കോൺസെപ്റ്റിൽ ജഡ്ജ്മെന്റിലായിരിക്കണം ഓരോ പോയം എന്നാണ് ആര് പറയുന്നത്? ഹോബ്സിന്റെ ഒരു കോൺസെപ്റ്റ്. എങ്കിൽ 18th സെഞ്ച്വറി ഫിലോസഫറായ കാന്റ് പറയുന്നത് had talked about aesthetic judgment as opposite to moral judgment. Yes. ഇനി കാന്റിന്റെ കൺസെപ്റ്റ് എസ്തെറ്റിക് ജഡ്ജ്മെന്റ് ആൻഡ് മോറൽ. എസ്തെറ്റിക്സും പഠിച്ചിട്ടുണ്ടല്ലോ ഡിഗ്രിക്ക്. എന്തായിരുന്നു എസ്തെറ്റിക് എന്ന് ഉദ്ദേശിച്ചത്? ആർക്കെങ്കിലും എസ്തെറ്റിക്കിന്റെ മീനിങ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എസ്തെറ്റിക്സ് നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിക്ചർ എടുത്തിട്ട് എസ്തെറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് യെസ്, അപ്രിസിയേഷൻ ഓഫ് ബ്യൂട്ടി അല്ലെ? ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പം ആദ്യത്തെ ആൾ എന്താണ് പറഞ്ഞത്? ഇറ്റ് ഷുഡ് ബി ജഡ്ജ്മെന്റൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. ജഡ്ജ്മെന്റലായിട്ടുള്ള പോയംസ് ആയിരിക്കും വിച്ച് മീൻസ് സംതിങ് മോർ കീൻ ഇന്റലിജന്റ് വർക്ക് എന്നാണ് പറഞ്ഞത്. എന്നാൽ കാന്റ് പറയുന്നത് ഈസ്തെറ്റിക് ജഡ്ജ്മെന്റ്, മോറൽ ജഡ്ജ്മെന്റ് അല്ല കാര്യം. ഈസ്തെറ്റിക് സംതിങ് ബ്യൂട്ടി, ജസ്റ്റ് അപ്രിഷിയേറ്റ് സം ബ്യൂട്ടിനെസ് ഇൻസൈഡ് എ വർക്ക്.
അല്ലെ ഒരു വർക്കിൽ ഒരു ബ്യൂട്ടി അല്ലെ അപ്രിസിയേഷൻ ഓഫ് തിങ്സ്, ഈസ്തറ്റിക് വാല്യൂസ്, നേച്ചർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്ത് എഴുതുന്നതാണ് മോറൽ ഐഡിയ തരുന്നതിനേക്കാളും നല്ലത് എന്ന് കാന്റ് പറയുന്നു. അപ്പം ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും എന്താണ് ജസ്റ്റ് തിയറീസ്. അപ്പൊ കാന്റിന്റെ തിയറി എന്താണ്? ഹി ഈസ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു എസ്തെറ്റിക് ജഡ്ജ്മെന്റ്. അതിനെ അദ്ദേഹം വർണ്ണിക്കുന്നത് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് പേർപ്പസീവ്നെസ് വിത്തൗട്ട് പേർപ്പസ്. അദ്ദേഹം മോറൽ ജഡ്ജ്മെന്റിനെ കാണിക്കുന്ന ഒരു പേർപ്പസ് ഇല്ലാതെ, ആ മോറൽ ജഡ്ജ്മെന്റിന്റെ ഒരു പേർപ്പസിന്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എസ്തെറ്റിക് വാട്ട് ജസ്റ്റ് പ്രൈസിങ് ദ എസ്തെറ്റിക് തിങ്സ് ഇൻസൈഡ് ദ ബ്യൂട്ടി എന്നാണ്, അല്ലെങ്കിൽ പോയം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പം മൂന്നാമതൊരാളുടെ പേരുടെ പറയുന്നു വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്തിന്റെ ലിറിക്കൽ ബാലഡ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് അല്ലേ? ഡിഗ്രിക്ക് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു സംഭവമായിരുന്നു ലിറിക്കൽ ബാലഡ്സ്. ഈ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ്സ് ആയിരുന്നു വേർഡ്സ്വർത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. സാമുവൽ ടൈലർ കോൾറിഡ്ജും വേർഡ്സ്വർത്തൂടെയാണ് നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് ലിറിക്കൽ ബാലഡ്സ് കൊണ്ടുവന്നത്. ഐ തിങ്ക് 1798 പബ്ലിഷ് ചെയ്താന്ന് തോന്നുന്നു. ഇവിടെ അദ്ദേഹം റൊമാൻറ്റിക് മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പം ലിറിക്കൽ ബാലഡിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് ചോദിച്ചാൽ, പോയം എന്ന് പറയുന്നത് ഒരു ഡിക്ഷനാണ്. ഇറ്റ് ഇസ് സംതിങ് മോർ കോൺസെൻട്രേറ്റഡ് ടു ഹ്യൂമൻ ഇമോഷൻസ്. അപ്പം 3 പേരുടെ നമ്മൾ കണ്ടു. ആദ്യത്തെ ആള് പറഞ്ഞത് ജഡ്ജ്മെന്റൽ ആയിരിക്കണം, രണ്ടാമത്തെ ആൾ പറഞ്ഞത് ഈസ്തെറ്റിക്. എങ്കിൽ നമ്മുടെ വേർഡ്സ്വർത്ത് വന്ന് നമുക്ക് തരുന്ന ഐഡിയ, ഇറ്റ് ഈസ് ഓൾ ഇൻ ലിറിക്കൽ ബാലഡ്സ് ദാറ്റ് ദ പോയം ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ടു ഹ്യൂമൻ ഇമോഷൻസ്. അല്ലെങ്കിൽ ഏതൊരു വർക്കും ഹ്യൂമൻ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയുള്ള വർക്കുകളാണ് ബെസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി, ഞാനൊരു പോയറ്റാന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ ഭയങ്കര വിഷമിച്ച് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നിട്ട് ഞാൻ പ്രകൃതിനെ പറ്റി സന്തോഷമായിട്ടൊരു പോയം എഴുതിയാൽ അത് ഫേക്കാണ്. അങ്ങനല്ല പോയം വേണ്ടെന്നാണ് റൊമാൻറ്റിക് പോയറ്റ്സ് ആയ വേർഡ്സ്വർത്ത് പറയുന്നത്. ഇൻ ഹിസ് ഡെഫിനിഷൻ ഓഫ് പോയട്രി, he is telling that poetry is a spontaneous overflow of powerful feelings in tranquility. അങ്ങനെ ഒരു ഡെഫിനിഷൻ പഠിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഫേക്കായിട്ടല്ല എഴുതേണ്ടത്, നമ്മുടെ റിയൽ റിഫ്ലക്ഷൻ തന്നെ നമ്മൾ ആ വർക്കിൽ കാണിക്കണം. അല്ലാതെ ഞാനിപ്പോൾ വിഷമിച്ചെഴുതിയിട്ട് നല്ല ഒരു സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പോയം എഴുതിയാൽ അതല്ല പോയം. പോയട്രി ഈസ് ഓൾ അബൌട്ട് ദ ട്രൂ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ പെർട്ടിക്കുലർ പേഴ്സൺ. അതാണ് ഇവിടെയും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. And also the major themes in thus lyrical ballads, they are giving importance to the human nature, then rustic life of the people. അതായത് റൊമാൻറ്റിക് പോയിട്രി അല്ലെങ്കിൽ ലിറിക്കൽ ബാലഡിന്റെ ഉദ്ദേശം ഹ്യൂമൻ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രകൃതിനെ പറ്റി വർണ്ണിച്ചെഴുതുക, കളങ്കമില്ലാത്ത റൈറ്റിംഗ്സ് കൊണ്ടുവരിക, ലാംഗ്വേജ് ഷുഡ് ബി കോംപ്രിഹെൻസിബിൾ, അതായത് ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതുക. ഇതൊക്കെയാണ് ലിറിക്കൽ ബാലഡ്സിലും നമുക്ക് പറയാനുള്ളത്. സോ ഇന്ന് ഇത്രയുമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. തിയറിയിൽ വരുമ്പം 3 പേരുടെ പറഞ്ഞു. ആദ്യത്തെ നമ്മുടെ ഹോപ്പ് ആൻഡ് ലോക്ക് പറയുന്നത് ഇറ്റ് ഇസ് ജഡ്ജ്മെന്റൽ ആയിരിക്കണം. രണ്ടാമത് പറഞ്ഞപ്പം ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നു. മൂന്നാമത് പറഞ്ഞപ്പോൾ എന്താണ് വന്നത്? ജസ്റ്റ് ലിറിക്കൽ ബാലഡ്സ് എന്നൊരു കോൺസെപ്റ്റും കൊണ്ടുവന്നു. സോ ഇത്രയും നമുക്ക് ഇന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ബിക്കോസ് 15 minutes വോയിസ് ക്ലിപ്പ് പോയിട്ടുണ്ട്. അതിനപ്പുറം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഫൈൻ. സോ ഐ തിങ്ക് ഇത്രയും എല്ലാവർക്കും ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഐ നീഡ് യുവർ റെസ്പോൺസ് ത്രൂ ദ മെസ്സേജ് ഓർ എങ്ങനെയും റെസ്പോണ്ട് ചെയ്യുക. ബിക്കോസ് എനിക്ക് അടുത്ത പ്രാവശ്യവും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം, അതിനു വേണ്ടിയാണ്. സോ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതിയോ? എല്ലാവരും ഓക്കെ ആണോ? Read the page number 6. After the lyrical ballad, 1, 2, third paragraph. Then, instead of making a contradiction between theory and criticism, one can perhaps talk about practice as an antonym to theory.
So we often come up with statements like, in theory, this sounds all right, but in practice, that is impossible to achieve. Hence, the pun in Aiz Ahmad's book, In Theory. I am reminded of the title of one of Ezra Pound's 1885 to 1972 books, How to Read, which, that is the phrase, not the book, can be used to define what we understand by theory. As long as we go on talking about how to read, we are doing literary theory. Once we start reading a text in accordance with those dicta, we are doing literary criticism. It might be helpful in the context to recall what David Lodge says. Literary critics, he says, have since the 1960s shown a much greater intent in and anxiety about the theory of their own subject, what is sometimes called, after Aristotle's Poetics, than was formerly the case, at least in Britain and America. He further says, literary criticism has been drawn into the corpus of a powerful new field of study in which all the disciplines are merged and interfused and which goes under the general noun of theory. So, ഇവിടെ ഇനി അവർ പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ ദ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ തിയറി ആൻഡ് ക്രിറ്റിസിസം. തിയറിയും ക്രിറ്റിസിസിനെ പറ്റി പറയുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രാക്ടീസിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ആക്ച്വലി പ്രാക്ടീസ് ഇസ് ആൻറ്റോണിം ഓഫ് തിയറി. തിയറിക്ക് ഓപ്പോസിറ്റ് ആണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇവിടെ തിയറി എല്ലാം ഓക്കെയാണ്. ഓക്കെ, വി ആർ ജസ്റ്റ് സ്റ്റഡിങ് അബൌട്ട് തിയറി ആൻഡ് വാട്ട് ടു ഡു ഓർ ഹൗ ടു മേക്ക് ഇറ്റ് ഇൻ ടു ഇൻഡൽസ് അല്ലെ, അത് എങ്ങനെ അത് മലയാളം എന്താ, എങ്ങനെ അതിനെ ഒരു സംഭവം ഉണ്ടല്ലോ മലയാളത്തിൽ, അപ്പോൾ എങ്ങനെ അതിനെ ഉപയോഗിക്കണമെന്നുള്ളത് കുറച്ച് കൺഫ്യൂഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ തിയറി, സെറ്റ് ഓഫ് തിയറീസ് പറഞ്ഞു വെക്കാൻ പറ്റും. ഹൗ ടു ഇംപ്ലിമെൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത്. സോ ഇവിടെ പറയുന്നത് പ്രാക്ടീസ് ഒരിക്കലും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. തിയറി ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം, തിയറി ഈസ് ഓൾ റൈറ്റ്, സൗണ്ട്സ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അച്ചീവ്. അതായത് എസ്ര പൗണ്ടിൻ്റെയും ഐജാസ് അഹമ്മദിൻ്റെയും 2 ബുക്കിനകത്ത് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഒരാൾക്ക് തിയറി മനസ്സിലായി, പക്ഷെ അത് എങ്ങനെ അതിനെ ആ ഒരു ഡിക്റ്റയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ഒരു ക്രിറ്റിസിസത്തിൻ്റെ പ്രാക്ടീസ് എങ്ങനെ നടപ്പിലാക്കണമെന്നാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ കൂടെ വന്നാൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പഠിച്ചു ലിറ്ററേച്ചർ എന്താന്ന് പറഞ്ഞു, തിയറി പറഞ്ഞു. പക്ഷേ ഈ തിയറിയൊക്കെ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഹൗ ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് ഹൗ ടു പ്രാക്ടീസ് ഇറ്റ് ടു ഇൻഡൾജ് ഇൻ ടു അതേഴ്സ്, ഈ സ്പെക്ടേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് എങ്ങനെ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കണമെന്ന് ഉള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിനെയാണ് പ്രാക്ടീസ് എന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ തിയറി പ്ലസ് പ്രാക്ടീസ് ആണ് ലിറ്റററി ക്രിറ്റിസിസം എന്നൊരു കോൺസെപ്റ്റാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഡേവിഡ് ലോഡ്ജയുടെ ഒരു ബുക്കിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ അവനവൻ്റെ സബ്ജക്റ്റിനെ പറ്റിയുള്ള തിയറി നോളജ് എല്ലാവർക്കും ഗ്രേറ്റർ ഇൻറ്റൻറ്റ് ആയിട്ടുണ്ട്. സോ ആ ഇൻറ്റൻറ്റിൽ തന്നെ പോയി അതിനെ ക്രിറ്റിസിസം ആക്കി എടുക്കുക എന്നാണ് പറയുന്നത്. ആ ഒരു സബ്ജക്റ്റ്, ഇപ്പം ഒരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചു, അതിലേക്ക് ആഴത്തിലിറങ്ങി പഠിച്ചത് അതുപോലെ തന്നെ അതിൻ്റെ കോർട്ടക്സിലേക്ക് പോയി അതിനെ പവർഫുൾ ഫീൽഡ് ഓഫ് സ്റ്റഡിയിലായിട്ട് അതിനെ മേർജ് ചെയ്ത് ഇൻ്റർഫ്യൂസ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ലിറ്റററി ക്രിറ്റിസിസം എന്നൊരു പറയുന്ന ഒരു സാധനം വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ക്രിറ്റിസിസം പ്ലസ് തിയറി. അപ്പം ആ ഒരു വർക്കിലേക്ക് ഇൻഡൽജ് ചെയ്ത് അതിനെ ഗ്രേറ്റർ ഇൻറ്റൻറ്റ് കൊടുത്ത് അതിൻ്റെ ഒരു കോർട്ടെക്സ് ഓഫ് ദ പവർഫുൾ ന്യൂ ഫീൽഡ് ഓഫ് സ്റ്റഡി, അതായത് ജസ്റ്റ് ആ ഒരു ക്രിറ്റിസിസത്തിനെ അതുപോലെ ഉപയോഗിച്ച് ആ വർക്കിലേക്ക് ഇതെല്ലാം ഒരുമിച്ച് അപ്ലൈ ചെയ്താൽ മാത്രമേ അതൊരു ലിറ്റററി ക്രിറ്റിസിസം ആകത്തുള്ളൂ. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ലിറ്ററേച്ചർ എന്താണെന്ന് പഠിച്ചു, ക്രിറ്റിസിസം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഈ ക്രിറ്റിസിസത്തിൻ്റെ കൂടെ ഒരു തിയറി പഠിച്ചു, ആ തിയറിക്ക് പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ലിറ്റററി ക്രിറ്റിസിസം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഇവിടെ ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പറഞ്ഞു തന്നത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. വാട്ട് ഈസ് ലിറ്റററി ക്രിറ്റിസിസം? ദ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ് ആണ്. അപ്പം നമ്മൾ എക്സാമ്പിൾ കെമിസ്ട്രി ലാബിലൊക്കെ പോയി തിയറി പഠിച്ചിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, കെമിസ്ട്രിയുടെ തിയറീസ് പഠിച്ചിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു
ഡു ഇൻ എ സച്ച് എ മാനറിസം. അങ്ങനെ അതിനെ ഇൻഡൾജ് ചെയ്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ അത് പ്രാക്ടീസ് ചെയ്ത് അതിനെ ഒരു ന്യൂ ഫോം ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ കാൽഷ്യം സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. വി ഹാവ് ടു ഇംപ്ലിമെന്റ്. ഇന്നൊരു സംഭവമാണ് മുന്നിൽ വരുന്നത്. അപ്പം ജസ്റ്റ് തിയറി മാത്രം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഈച്ച് ആൻഡ് എവറി വൺ ദോസ് ഹു ആർ റീഡിംഗ് ദ ടെക്സ്റ്റ് ഷുഡ് അപ്ലൈ ദിസ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് അതിനേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയാൻ സാധിക്കത്തുള്ളെന്നാണ് ഇവിടെ പറഞ്ഞ് വരുന്നത്. ഇപ്പം നമ്മൾ BEdന് പഠിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. ഈ പ്രാക്ടിക്കൽസ് പറഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പോയി ചെയ്തു, അതിൽ നിന്ന് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പിള്ളേരെ പോയി പഠിപ്പിച്ചു, അങ്ങനെ പിള്ളേരുടെ സൈക്കോളജി ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ മനസ്സിലായെങ്കിൽ അത് എന്താണ് അവസാനം നിങ്ങൾക്ക് പറയാനുള്ളതെന്നുള്ളതാണ് ശരിക്കും ഒരു പ്രാക്ടിക്കലായിട്ട് വരുന്നത്. ഒരു വൈവയ്ക്കകത്ത് ഒരാൾ വന്ന് ചോദിക്കും, ഓക്കെ BEdന് പോയിട്ട് ഈ സ്കൂളിൽ എന്താണ് ആ കുട്ടിയുടെ ഇങ്ങനൊരു കുട്ടിയെ കാണുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഓൾറെഡി നമ്മൾ തിയറിയും എല്ലാം ചെയ്തു, പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പവർഫുൾ ഔട്ട്പുട്ട് തരത്തുള്ളൂ. അതാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഏരിയ ഈസ് കോൺട്രഡിക്ഷൻ. ആക്ച്വലി എനിക്ക് PDF ആയതുകൊണ്ട് ക്ലിയർ അല്ല. സോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം ഞാൻ വായിക്കുന്നതിനകത്ത്, കാരണം ക്ലിയർ അല്ല, എനിക്ക് PDF ടെക്സ്റ്റ് ഇല്ല. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് കോൺട്രഡിക്ഷൻ. Ma'am, it's contradistinction. ആണോടാ? ഓക്കെ ഫൈൻ താങ്ക് യു. ഓക്കെ, കോൺട്രാഡിസ്റ്റിങ്ഷൻ. ഓക്കെടാ, താങ്ക് യു. സോ നെക്സ്റ്റ് ഈസ് കോൺട്രാഡിസ്റ്റിങ്ഷൻ. By definition, then you can see the difference between what is generally referred to as theory and what we have always known as literary criticism. Theory in the context of literature is the set of broad assumptions about literature and the function of criticism. When you say, for example, the economic condition of the society, its mode of production and class system in any given time determine the literature of that society in that given period of its history. You are making a theoretical pronouncement. Yes. However, when you start analyzing any work of art, a poem, or a novel of that society and period from that historical perspective, you are doing literary criticism. This kind of reading of literature is of course known as Marxist criticism. That is literary criticism where you have applied the Marxist theory of literature. And you may have done it yourself without knowing it. Reading in this sense is purposive reading with theory in mind. Literary criticism, you may say, thus is applied theory. Okay, so now we are just going to discuss about what are the theories. The first theory here you are going to deal with is the Marxist theory. So Marxism, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളെല്ലാവരും എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ടോക്സ് അബൌട്ട് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നൊരു കോൺസെപ്റ്റിനെ പറ്റിയായിരിക്കും ഇവിടെ കാണിക്കാൻ പോകുന്നത്. സൊസൈറ്റിയിലെ ഹയർ ലോവർ സ്ട്രാറ്റാനെ പറ്റിയായിരിക്കാം ഡെഫിനറ്റ്ലി ഈ ഒരു മാർക്സിസ്റ്റ് തിയറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഇവിടെ പറഞ്ഞു വരുന്ന ഫസ്റ്റ് തിയറി ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ലിറ്ററേച്ചർ സെറ്റ് ഓഫ് ബ്രോഡ് അസംഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു തിയറി എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിൽ ഒരുപാട് അസംഷൻസിനെ പറ്റി സംസാരിക്കുന്നതാണ്, അതിനെ ക്രിറ്റിസിസമായിട്ട് എല്ലാം വരുന്നുണ്ട്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ദാറ്റ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് സൊസൈറ്റി. വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു സം ഒരു എന്താ പറയേണ്ട ഒരു ട്രൂത്ത് ആയിട്ടുള്ളൊരു കണ്ടന്റാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നവർ. എക്കണോമിക് കണ്ടീഷൻ സൊസൈറ്റി, ഇറ്റ്സ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്ലാസ് സിസ്റ്റം ഇൻ എ ഗിവൺ ടൈം ഡിറ്റർമിൻ ദ ലിറ്ററേച്ചർ ഓഫ് ദാറ്റ് സൊസൈറ്റി ഇൻ ദാറ്റ് ഗിവൺ പീരീഡ് ഓഫ് ഹിസ്റ്ററി. യു ആർ മേക്കിംഗ് എ തിയറിക്കൽ പ്രൊനൗൺസ്മെന്റ്. യെസ്, അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ സൊസൈറ്റൽ റിഫ്ലക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വർക്ക്സ് ലിറ്ററേച്ചറിലുണ്ട്. ഒരു വർക്ക് ഞാനിപ്പം മറന്നുപോയി, BEd നമ്മുടെ ഡിഗ്രി പിള്ളേരെ പഠിപ്പിച്ചൊരു വർക്കാണ്. അതിനകത്തും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ചില സൊസൈറ്റിയുടെ എക്കണോമിക് കണ്ടീഷൻസ്, അവിടുത്തെ ക്ലാസ് സിസ്റ്റംസ് കാണിക്കുന്ന ലിറ്ററേച്ചർ വർക്ക്സ് ഉണ്ട്. ആ സൊസൈറ്റിയുടെ ഹിസ്റ്റോറിക്കൽ പീരീഡുകളെ സ്ട്രെസ് കൊടുത്ത് പറയുന്ന വർക്കുകളുണ്ട്. ഇതെല്ലാം
നമ്മൾ തിയറിറ്റിക്കൽ കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്ന് കിട്ടുന്ന ഒരു തിയറി എന്ന് പറഞ്ഞാൽ മാർക്സിസം ആണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു വർക്ക് നിങ്ങൾ വായിച്ചു, അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായത് ഒരു സൊസൈറ്റിയുടെ ഒരു എക്കണോമിക് കണ്ടീഷനെ പറ്റി കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ബുക്കിനകത്ത് ഒരു സൊസൈറ്റിയുടെ എക്കണോമിക് കണ്ടീഷൻ കണ്ടു. അപ്പോൾ നിങ്ങൾ ഓക്കെ, ഇതിനകത്ത് സൊസൈറ്റിയുടെ എക്കണോമിക് കണ്ടീഷനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. യെസ്, ക്ലാസ് സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കുന്നു. വാട്ട് ഈസ് ക്ലാസ് സിസ്റ്റം? ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റേസസ്, ക്ലാസസ്, കമ്മ്യൂണിറ്റി. അപ്പം ചിലതിനകത്ത് ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവിൽ കഥകൾ വരുന്നുണ്ട്, അതായത് അവരുടെ സ്ഥലത്തെ ആ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവിനെ കാണിക്കുന്ന കഥകൾ വരുന്നു. ഇതെല്ലാം കൂടെ നിങ്ങൾ ഒരു തിയറിറ്റിക്കൽ പ്രൊനൗൺസ്മെന്റിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു തിയറി എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് കൈൻഡ് ഓഫ് റീഡിങ് നമ്മളെ കൊണ്ടുപോകുന്നത് മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിലാണ്. അപ്പം ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വർക്ക് നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരുടത്തേക്കാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് മാർക്സിസം, മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ആണ്. സോ ദിസ് കൈൻഡ് ഓഫ് റീഡിങ് ലിറ്ററേച്ചർ ഓഫ് കോഴ്സ് നോൺ ആസ് മാർക്സിസ്റ്റ് സൊസൈറ്റി ഓർ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം. ചില നോവലാകാം, ആർട്ടാകാം, പോയിട്രി ആകാം, എല്ലായിടത്തും ഈ കൈൻഡ് ഓഫ് റീഡിങ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇത്രയുമാണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു മേ ഹാവ് ഡൺ ഇറ്റ് yourself without knowing reading is purposive. അത് ഇതിനെ പറയുന്ന പേരാണ് purposive reading. റീഡിങ് ഇൻഡൾജിങ് എന്നൊക്കെ പറയും, ഇൻഡൾജ് റീഡിങ്. ദിസ് സെൻസ് ഓഫ് റീഡിങ് ഇസ് പർപ്പസീവ്. അപ്പം ഇതിനെ നമുക്ക് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയാം. അവിടെ നമ്മൾ തിയറി അപ്ലൈ ചെയ്തു. വി അപ്ലൈ ദ തിയറി ആൻഡ് ദ തിയറി ഈസ് നോൺ ആസ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം. ഇത്രയും കേട്ടപ്പോൾ ഓക്കെ ആണല്ലോ. സോ ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്ന ക്ലാസ് കൾച്ചറിനെ പറ്റി പറയുന്നു, സൊസൈറ്റൽ നോഷൻസിനെ പറ്റി പറയുന്നു, റേസിസത്തെ പറ്റി പറയുന്നു, ഹെജമണിക് മസ്കുലിനിറ്റി. ഹെജമണിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞ ഒരു തിയറിയാണ് ഉള്ളവന് മലയാളം ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്, ഹൗ ദേ ആർ സബ്ജുഗേറ്റിംഗ് ദ ലോവർ സ്ട്രാറ്റ പീപ്പിൾ. ഇതൊക്കെയാണ് hegemonic masculinity. And the masculinity term means the male are just subjugating the male. For example, the elite male are just showing the difference to the male of that particular lower strata. അതുകൊണ്ടാണ് masculinity എന്ന് വന്നത്. അപ്പം ഇതെല്ലാം ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഒരു വർക്ക് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലിറ്റററി ക്രിറ്റിസിസം അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി can understand it is all about Marxist criticism. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മൂവ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ പേപ്പർ ഭയങ്കര ഒരു ഫുൾ തിയറി പേപ്പറാണ്, വലിയ രീതിയിലില്ല. ഇതിനകത്ത് പറയുന്ന കാര്യത്തെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നേ ഉള്ളൂ. Secondly, or to put the same thing in a different way, whereas the object of literary criticism is any given particular literary, oral or written work, that of classical poetics or contemporary theory is usually generalization about literature. Invariably, wait, message undo ആരുടെയും? ആരെങ്കിലും മെസ്സേജ് അയച്ചോ? ഓക്കെ. Invariably, it is the second which leads to the practice of the first. This indeed is what scientific method is all about, from particular or individual case studies to the general, and the application of general principles or the theory to the individual or particular work. Okay. ഇനി ഇവിടെ പറയാൻ പോകുന്നത് വാട്ട് എവർ ദ വർക്ക് ഇറ്റ് ഈസ്, ഓറൽ ഓർ റിട്ടൺ, അത് ക്ലാസിക്കൽ പോയട്രി ആകട്ടെ, കണ്ടംപററി ജനറലൈസേഷൻ ലിറ്ററേച്ചർ ആവട്ടെ, ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു തിയറീനെ ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ഇൻഡിവിജ്വൽ ആകട്ടെ അല്ലെ ഒരു പെർട്ടിക്കുലർ വർക്കിലാകട്ടെ, എവിടാണേലും ഈ തിയറീനെ അപ്ലൈ ചെയ്ത് സംസാരിക്കുക. ഇതിനെ മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പോയറ്റാണ്. അപ്പം ഷേക്സ്പിയറിനെ ഞാൻ ആ ഷേക്സ്പിയർ എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ആ പെർട്ടിക്കുലർ വർക്കിനെ പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അത് പെർട്ടിക്കുലർ വർക്ക്. ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഈ ഒരു ലിറ്ററേച്ചർ. അത് ഏത് ലിറ്ററേച്ചറും ആവട്ടെ, ക്ലാസിക്കൽ ആവട്ടെ, കണ്ടംപററി ആവട്ടെ. കണ്ടംപററി മീൻസ് സംതിങ് ന്യൂ. ഇതെല്ലാം ഈ ലിറ്ററേച്ചറിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. സോ ഇൻവേരിയബ്ലി ദർ ഇസ് നോ ഡിഫറൻസ് ദ പ്രാക്ടീസ് ഓഫ് ദ ഫസ്റ്റ്. അതായത് നമ്മൾ പഠിച്ച പോലെ തന്നെ ക്രിറ്റിസിസം നമുക്ക് ഏത് രീതിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുകളിൽ കണ്ടത് ഫിലിപ്പ് സിഡ്നിയുടെ ഡിഫൻസ് ഓഫ് പോയട്രി. ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ വർക്ക് ആൾക്കാരെ, ഒരു കൂട്ടം പഴയകാല കവികളെയാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തത് ഡിഫൻസ് ഓഫ് പോയട്രിയിൽ. സോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വി ക്യാൻ യൂസ് ദിസ് ആപ്ലിക്കേഷൻ, ജനറൽ ആപ്ലിക്കേഷൻ തിയറി ടു ഇൻഡിവിജ്വൽ ഓർ എ പെർട്ടിക്കുലർ വർക്ക്. ദെൻ for some reasons, the term theory as opposed to literary criticism came into vogue when structuralism and post-structuralism opposed new criticism. In this sense, theory is used to describe a wide range of approaches from the Marxist to the deconstructionist school. But as early as 1957, Wimsatt and Brooks used the term theory as referring to any broad assumptions about literature. Even in the case of the works of classical writers such as Horace, or medieval writers such as Thomas Aquinas, they refer to Horace as a literary theorist. They also talk about how literary theory and criticism received a new emphasis in Italy during the phase of general Renaissance, which was spearheaded by the Western movement. What Horace says about certain literary works, their relative merit or demerit in criticism. Okay. ഇനി അടുത്തത് ചില കാര്യങ്ങൾ കൊണ്ട് ദ ടേം തിയറി എന്ന് പറയുന്നത് ക്രിറ്റിസിസത്തിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കാറുണ്ട്. അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ സ്ട്രക്ചറലിസ്റ്റും പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റും ന്യൂ ക്രിറ്റിസിസത്തിനെ എതിരായിട്ട് നിന്നുകൊണ്ടാണ്. ഇനി എന്താണ് ന്യൂ ക്രിറ്റിസിസം? അല്ലെങ്കിൽ നമ്മളിവിടെ പഠിച്ചു മാർക്സിസ്റ്റ് തിയറിനെ പറ്റി പഠിച്ചപ്പോഴത്തേനും അവിടെ വേറൊരു സംഭവമുണ്ട്, ഡീകൺസ്ട്രക്ഷനിസ്റ്റ് സ്കൂൾ. ഇനി ഡീകൺസ്ട്രക്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഡീകൺസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ. സോ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഡിഗ്രിയിലോ വല്ലതും പഠിച്ചപ്പം ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? യെസ്, വാട്ട് ഈസ് ഡീകൺസ്ട്രക്ഷൻ? വിൽ യു പ്ലീസ് എക്സ്പ്ലെയിൻ? കൺസ്ട്രക്ഷനിസം ഇപ്പം റമീസ പറഞ്ഞതുപോലെ സിമിലർ ആണ്. അതായത് സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന രീതി പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടൊരു ബുക്കാണ് മഹാഭാരത് ആൻഡ് രാമായണ. അപ്പം ഇതിനകത്തെല്ലാം പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എലൈറ്റ് ഗ്രൂപ്പും ഞാൻ പറയുന്ന പോലെ സബ്ജുഗേറ്റഡ് സബോൾട്ടൻ, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഒരു ബുക്കിൻ്റെ കഥ വെച്ച് ഞാൻ എളുപ്പം പറഞ്ഞുതരാം ഡീകൺസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ, രാമായണത്തിനകത്ത് രാമനും അസുരനും. യെസ്. അപ്പോൾ പണ്ട് മുതലേ എല്ലാവരും പ്രൈസ് ചെയ്ത് പൊക്കിക്കൊണ്ടിരിക്കുന്നത് രാമൻ ഈസ് ദ ഗ്രേറ്റ് വാരിയർ ഓഫ് മിഥില ആൻഡ് ഹീ ഈസ് ദ മാൻ വിത്ത് കൈൻഡ് ഹാർട്ട് സംതിങ് ഒരുപാട് ടൈറ്റിൽ രാമന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. രാമനാണ് ഏറ്റവും പ്യൂറസ്റ്റ്, അങ്ങനെയുള്ള മനുഷ്യൻ, ഇങ്ങനെയുള്ള മനുഷ്യൻ എന്നുള്ള പല കഥകളിൽ ഇങ്ങനെ ആ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടക്കുകയാണ്. സ്ട്രക്ചറലിസ്റ്റ് ആണ്, സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കാണ് രാമൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷേ അസുരന്റെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാൻ തുടങ്ങി. അതിനെയാണ് ഡീകൺസ്ട്രക്റ്റിംഗ്. ആ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരുന്ന് രാമനാണ് ഇങ്ങനെ അങ്ങനെ എന്ന് ചെയ്ത് വെച്ചതിനെ ഒന്ന് മൊത്തത്തിൽ മാറ്റി എഴുതി അസുരനെ ഹീറോ ആക്കി കൊണ്ടുവരികയാണ് ഡീകൺസ്ട്രക്ഷൻ. അപ്പം ആനന്ദ് നീലകണ്ഠൻ എന്നൊരു റൈറ്റർ ഉണ്ട്. അദ്ദേഹം അസുര ടെയിൽ ഓഫ് വാങ്ക്വിഷ് എന്നൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാം. ആ ബുക്കിനകത്ത് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ രാമനെ പ്രൈസ് ചെയ്തവരെല്ലാവരും അസുരനാണ് ഗ്രേറ്റ് വാരിയർ എന്ന് പറയും. അതായത് അസുരൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് എഴുതിയപ്പം അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എല്ലാത്തിനെയും എഴുതി അദ്ദേഹത്തിനെ മുൻനിർത്തി എഴുതിയതാണ് ഡീകൺസ്ട്രക്ഷൻ. കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളെ ഉടച്ച് കളഞ്ഞ് അങ്ങനല്ല ഇങ്ങനെയാന്ന് പറയുക. ഇനി സീത, രാമായണത്തിലെ സീത ഒരു ഇങ്ങനെ ഒതുക്കി സീതയ്ക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും കാണിക്കാതെ as what our histories or what our elite people wants, it's all about Raman. He is the great warrior, he is a pure, ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന് പൊക്കി വെച്ചേക്കാണ്. അങ്ങനെ ഇരുന്നപ്പം ഡീകൺസ്ട്രക്ഷൻ ഓഫ് മിത്ത് എന്ന് പറയുന്ന തിയറി പഠിച്ചിട്ട് വന്ന റൈറ്ററായ ആനന്ദ് നീലകണ്ഠൻ സാർ എഗെയിൻ സീത ദ ഗ്രേറ്റ് വാരിയർ ഓഫ് മിഥില എന്ന് പറഞ്ഞ ബുക്ക് എഴുതി. അതിനകത്ത് സീത എന്ന് പറയുന്ന ആളെ സെൻട്രൽ ക്യാരക്ടറാക്കി അദ്ദേഹം രാമായണത്തെ ഡീകൺസ്ട്രക്ട് ചെയ്തു. ഇതാണ് ഡീകൺസ്ട്രക്ഷൻ. ഇനി നമ്മുടെ സൊസൈറ്റി വെച്ച് പറയാം. നമ്മുടെ സൊസൈറ്റിയിൽ പണ്ടൊക്കെ എന്തായിരുന്നു,
21ാമത്തെ വയസ്സിലെ പെൺപിള്ളേരെ കല്യാണം കഴിക്കുക, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, പ്രത്യേകം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കുഞ്ഞുങ്ങളെ നേരത്തെ കെട്ടിച്ച് അവർ ജോലിക്ക് വിടത്തില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഹിന്ദുക്കളിലും ഉണ്ട്. ഇപ്പം എലൈറ്റ് ക്ലാസ്സുകാരാണെങ്കിൽ നമുക്കൊക്കെ 21 കെട്ടിക്കണം, എൻ്റെ അമ്മ 21ാമത്തെ വയസ്സ് കെട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ട്രക്ചറലിസമായിരുന്നു. ഇങ്ങനെയേ ആകാവൂ, ഈ ഒറ്റ ഒരു സ്ട്രക്ചറിലേ മൂവ് ചെയ്യാവുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം ഡീകൺസ്ട്രക്ട് ചെയ്ത് ഇപ്പം എല്ലാവരും പുറത്തേക്ക് വരാൻ തുടങ്ങി. ഈച്ച് ആൻഡ് എവ്രി വൺ ഹാസ് ഈക്വൽ റൈറ്റ്. എല്ലാവരും മുന്നിലേക്ക് ഇറങ്ങി എല്ലാ ഫീൽഡിലേക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫെമിനിസം എന്ന് വേണേൽ പറയാം. സ്ത്രീകളെല്ലാം എല്ലായിടത്തും വരാൻ തുടങ്ങി, എല്ലായിടത്തും. ഇന്ന് തന്നെ റിപ്പബ്ലിക് ഡേയിൽ ഞാൻ വീഡിയോസ് കണ്ടപ്പം ഒരു ഫീമെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫീമെയിൽസാണ് ഓരോ ടാബ്ലോനെയും നയിക്കുന്നത് നമ്മൾ കണ്ടു. സോ ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സ്ട്രക്ചറലിസത്തിനെ ഉടച്ചു മാറ്റി ഡീകൺസ്ട്രക്ട് ചെയ്തു. അതാണ് ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദാറ്റ്സ് വൈ ഐ എക്സ്പ്ലെയിൻഡ്. സോ ഈ ഡീകൺസ്ട്രക്ഷനിസ്റ്റ് സ്കൂള് വന്നപ്പോഴത്തേനും ഈ മാർക്സിസം എന്ന് പറയുന്ന തിയറിക്കും ഒരു ഇടിവ് വരും. അപ്പം ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട് അല്ല, മാറ്റി എഴുതാൻ തുടങ്ങും. ഇപ്പം നമ്മൾ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകളുണ്ട്. ബേസിൽ ജോസഫ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വരുന്ന സിനിമ. ഇതിനകത്തെല്ലാം ആർക്കും നടീം നടനും ആകാൻ പറ്റാവുന്ന സിനിമകളുണ്ട്. അത് ഹിറ്റാവുന്നുണ്ട്. വാഴ എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങി, അത് ഭയങ്കര ഹിറ്റായി. അതിനകത്തൊക്കെ ഉള്ള ആക്ടേഴ്സിനെ കണ്ട ഈ മമ്മൂട്ടി, മോഹൻലാലിനെ, പൃഥ്വിരാജിനെ പോലെ അല്ല. ഇതെല്ലാം ഡീകൺസ്ട്രക്ഷൻ്റെ ഒരു ഭാഗമാണ്. ന്യൂ ക്രിറ്റിസിസം, മാറി ചിന്തിക്കാന്ന് തന്നെ പറയാം. പക്ഷെ പണ്ടത്തെ ഒരു സ്ട്രക്ചറലിസം ഇങ്ങനെയായിരുന്നു. നല്ല സുന്ദരനും സുന്ദരി മാത്രം, ശോഭന, മഞ്ജു വാര്യർ, ഇങ്ങനെയൊക്കെയുള്ളവർ മാത്രം നടി, മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ഇങ്ങനെയുള്ളവർ, കലാഭവൻ മണി, ഇവർക്ക് ആർക്കും ഒരു റോളും കൊടുക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ തമിഴിൽ നോക്കിയാൽ വിജയ് സേതുപതി നടനാവുന്നു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ചേഞ്ച് ഇൻ അവർ സൊസൈറ്റി. അതാണ് ഇവിടെ ഒപ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവിടെ നോക്കുമ്പം ഹൊറൈസ് എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ വർക്ക് റൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. അദ്ദേഹവും മിഡീവൽ റൈറ്റേഴ്സും എല്ലാം ലിറ്റററി തിയറിസ്റ്റ് ആയിരുന്നു. ഇവരെല്ലാവരും പറയുന്നത് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് എംഫസൈസ് ചെയ്യുന്നത് റെനൈസൻസിനെ എംഫസൈസ് ചെയ്ത് വരിക എന്ന് പറയുന്നു. അതായത് ആ സമയത്ത് പഴയ കാര്യങ്ങളുടെ ഡീമെറിറ്റ്സും മെറിറ്റ്സും എല്ലാം ലിറ്റററി വർക്കിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് കൂടെയാണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പഴയ കാലത്ത് ഓരോ വർക്ക് എടുത്തുകൊണ്ട് വന്ന്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പം രാമായണം പറഞ്ഞത്. പഴയ കാലത്തുള്ള ഓരോ വർക്കും എടുത്തു വന്ന് അതിനകത്തുള്ള മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്ന് അവർ പറയുന്നു. ഇനി അതുകൂടാതെ തന്നെ അവർ എംഫസൈസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് the main thing assumed in this criticism of Horace is the normative value of the literary species. ഇനി ഹൊറൈസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ചിന്താഗതിയിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വാല്യൂസ്, നോർമേറ്റീവ് വാല്യൂസ് മാത്രം ആ ഒരു ക്രിറ്റിസിസത്തിൽ കൊണ്ടുവരിക, ലിറ്റററി സ്പീഷീസ് ആക്കി മാറ്റുക. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അല്ലെങ്കിൽ ഏതൊരു ബുക്കിനെ എടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴും അതിൻ്റെ കറക്റ്റ് എന്താ മലയാളത്തിൽ പറയുന്നത്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ പോയിന്റ് ചെയ്ത് ആ മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം തിയറിയിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാമെന്ന് പറയുന്നു. ബട്ട് വെൻ വി ടോക്ക് ഓഫ് തിയറി ഹിയർ, or even for that matter, whenever we talk about theory, what we have in mind is more recent phenomenon of doing theory. That is to say, the structuralist and post-structuralist turning in literary criticism, from Marxism to deconstruction, from Foucault to the speech act theory, is an academic phenomenon of the second half of the 20th century. So, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചേഞ്ചസ് വരാൻ പോകുമ്പോൾ തന്നെ ചേഞ്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാർക്സിസത്തിൽ നിന്നും ഡീകൺസ്ട്രക്ഷനിലേക്ക് പോകുന്നു. ഫോക്കോട്ടിൻ്റെ സൈക്കോ അനാലിസിസ് വർക്കിൽ നിന്നും സ്പീച്ച് ആക്ട് തിയറിയിലേക്ക് പോകുന്നു. സോ അക്കാഡമിക് ചേഞ്ചുകൾ, ഓരോ ഫിനോമിനൽ ചേഞ്ചുകൾ നമുക്ക് ഓരോ സമയത്തും കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം 20th സെഞ്ച്വറിയുടെ ഒരു സെക്കൻഡ് ഹാഫിലാണ് ഇതെല്ലാം നടന്നെന്ന് പറയുന്നു. അപ്പോൾ അതിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കണ്ടംപററി സിറ്റുവേഷൻ തിയറി. സോ ഇനിയും എന്താണ് തിയറീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു കാര്യങ്ങളും എല്ലാം ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. അതിനുശേഷമാണ് തിയറി ബിഫോർ തിയറി എന്ന് പറയുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ടു ദ കണ്ടംപററി സിറ്റുവേഷൻ ഇൻ തിയറി. സോ ലിറ്ററേച്ചറിൽ ഏതൊരു വർക്കും ഡ്രാമയും എന്ത് പഠിച്ചാലും നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആരെങ്കിലും പറയാമോ? ലിറ്ററേച്ചറിനകത്ത് ഒരു വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? Any ideas related to that? What is the background of this poem?
എനിക്ക് തോന്നുന്നു നിങ്ങൾ എഴുതാനുണ്ടായ കാരണം അങ്ങനെയാണോ? എഴുതാനുണ്ടായ കാരണം ഒന്നാണ്. പിന്നെ വേറെ കുറച്ചുകൂടെ കാണത്തില്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പഠിക്കാനുള്ള പിയേർഡ് ബ്യൂട്ടി, നിങ്ങൾക്ക് ഒരുപാട് പോയം ഉണ്ടായിരുന്നല്ലോ, ഞാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ കുറേ പോയംസ് ഉണ്ട്. അപ്പം സിറ്റുവേഷൻസ് ഇൻ സൊസൈറ്റി, യെസ്, ആ ഒരു സൊസൈറ്റിയിൽ എന്താണ് ഇപ്പോൾ ഈ ഒരു വർക്ക്. ഓക്കെ, ടെയിൽ ഓഫ് ടു സിറ്റീസ് നിങ്ങൾ പഠിച്ചതാണെന്ന് തോന്നുന്നു. ടെയിൽ ഓഫ് ടു സിറ്റീസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആ ഒരു വോറ അല്ലേ, ആ ഒരു ലണ്ടൻ, ആ ഒരു ചേഞ്ചസ്. ഇനി നമ്മുടെ ഇതുപോലൊരു വർക്ക് കൂടി ഉണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇത് എഴുതാനുണ്ടായ സാഹചര്യം, ആ വർക്ക് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്, അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് ഈ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആ ലിറ്ററേച്ചർ വർക്ക് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എഴുതി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു കോള് വന്ന്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, സോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏതാ പറയേണ്ടത്? ഓക്കെ, ലിറ്ററേച്ചർ ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എല്ലാവരും പഠിച്ചതാണ്. നമ്മളെല്ലാവരും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ +1 +2 ഒക്കെ പഠിച്ചതാണ് ജൂലിയസ് സീസർ. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിച്ചാൽ ആ സമയത്തെ സൊസൈറ്റി തന്നെയാണ് ഷേക്സ്പിയറിനകത്ത് കാണിച്ചത്. രാജാക്കന്മാരെ കൊന്നിട്ട് കിരീടം അവന് എടുക്കണം, സൊസൈറ്റിയിലുണ്ട പ്രൈഡ് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, അതായത് അധികാരമോഹങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഓരോ ബാക്ക്ഗ്രൗണ്ടാണ്. ഇനി ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ ഏതൊരു പോയം പറയുകയാണെങ്കിൽ, ഓക്കെ, ഞാനൊരു പോയറ്റാണ്, ഞാനിപ്പോൾ ഒരു പോയം എഴുതി. അപ്പം ഞാൻ ഇപ്പം ഇരിക്കുന്ന, ഓക്കെ, നമുക്ക് കോവിഡ് എന്ന് പറയുന്നൊരു സംഭവം നടന്നായിരുന്നു. പിന്നെ വെള്ളപ്പൊക്കവും നമുക്ക് വന്നിട്ടുണ്ട് 2018. അപ്പോൾ 2018 ആ വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ആ വെള്ളപ്പൊക്കത്തിൽ കണ്ട ഓരോ കാര്യങ്ങൾ എഴുതിയ ഒരാളൊരു കവിത എഴുതിയെങ്കിൽ അതാണ് ബാക്ക്ഗ്രൗണ്ട്. ആ ഫ്ലഡാണ് ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് വെച്ച് അന്ന് കടന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും ആ എഴുതുന്ന റൈറ്ററിൻ്റെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും മുറിക്കകത്ത് അടച്ചിരിക്കുന്നു, ഡെഡ് ബോഡീസ് അവിടെ ഇവിടെ, ആംബുലൻസിൻ്റെ ബഹളം, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പോയറ്റ് ആ മുറിയിലിരുന്ന് ഒരു പോയം എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കോവിഡ് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. സോ ലിറ്ററേച്ചറിൽ ബാക്ക്ഗ്രൗണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു വർക്ക് പഠിച്ചാലും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കുക. So, in this session, I try to give historical reasons for the rise of theory in the latter half of the 20th century. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ തിയറി വന്നതിൻ്റെ കാരണമാണ്. അപ്പോൾ പണ്ടൊന്നും ഈ തിയറീസ് ഇല്ലായിരുന്നു. ഷേക്സ്പിയർ എഴുതിയ കാലഘട്ടത്ത് അല്ലെങ്കിൽ ചോസർ വർക്ക് എഴുതിയ സമയത്തൊന്നും തിയറീസ് വന്നിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഈ തിയറീസ് വന്നത്? അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എന്തിനായിരിക്കും? ഡെഫിനറ്റ്ലി ചിന്തിക്കും അല്ലേ, എന്തിനാണ് തിയറീസ് വന്നതെന്ന് ചോദിച്ചാൽ to interpret into the things, to deconstruct the things, അങ്ങനെ വേണം നമുക്ക് പറയാം. ഇനി naturally this history will be my version of what happened, which will be colored by whatever history I have read and heard from others. You must not take for granted indiscriminately all that I say by way of generalization and simplification. Ironical enough, this kind of skepticism എന്നല്ല എഴുതിയിരിക്കുന്നത്, കെ ആണോ അതോ പി ആണോ എഴുതിയിരിക്കുന്നത്? സ്കെപ്റ്റിസം, questioning that I recommended is also the result of development in theory. In subsequent blocks, you will be taught about subject positions, interpolation, and so on. Also, questions of historiography, yes. The questions of historiography have contributed to this kind of skepticism. Let me then proceed with my version of what happening. Okay, അത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാണ്. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കിയാൽ മതി. Until the first quarter of 19th century, higher education in England was a monopoly of the Church of England and confined to Oxford and Cambridge. Yes, monopoly means same. എല്ലാ വർക്കിലും സെയിം കാര്യങ്ങൾ തന്നെ കാണുക. 19th സെഞ്ച്വറിയിലെ ഒരു ഹയർ എഡ്യൂക്കേഷനകത്ത് എപ്പോഴും ഏതോ വർക്കിലും എല്ലായിടത്തും ചർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തത് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, ഇതൊക്കെ ഇതിൽ തന്നെ കൺഫൈൻ ചെയ്തിരുന്നു പോയി ആ ഒരു സൊസൈറ്റി. ഇതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ചിന്തിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. These two ancient universities were like old men monasteries in the form of colleges. The teachers were unmarried churchmen and like them students were all housed in the colleges. Ancient Greek and Latin literature, divinity and mathematics were the subject of the study. In 1826,
a university college was for the first time founded in London, opening a facility to men and women of all religions. From 1828, England was offered as a subject for study, and the first English professor was appointed in 1829. However, it was English language rather than literature which received the main thrust. The inclusion of literature came about in 1840 when F.D. Maurice was appointed professor at King's College. He said what Arnold was to take up pragmatically later. The study of English literature, he said, would serve to emancipate us from the notions and habits which are peculiar to our own age. He also stressed on fixed and enduring values that literature highlighted. This can be taken as a central tenet of liberal humanism with an appeal to high moralism, supposedly beneficent to humankind. The apparent absence of political motive or ideology cannot stand a moment's scrutiny because both what Morris said and what Matthew Arnold made a lifelong crusade which indicative of the threat that rising working classes pose for the traditional ruling class. English was to be a substitute for religion. Now the faith had given way to doubt and religion had all but lost credibility. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഡീകൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞു. അപ്പൊ തിയറി അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞു. അപ്പൊ പണ്ട് മുതലേ ബൈബിൾ ടീച്ചിങ്സ് മാത്രമുള്ള കാലഘട്ടം, വേറെ സബ്ജക്റ്റുകളില്ല, അല്ലെങ്കിൽ ചർച്ച് മൊനാസ്ട്രീസുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ആൾക്കാർ പഠിച്ചു. ദർ ഇസ് നോ അതർ തിങ്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലിറ്ററേച്ചറിലേക്ക് മാത്തമാറ്റിക്സൂടെ ഇൻറ്റൽ ചെയ്തു. ഡിവിനിറ്റി ആൻഡ് ഓൾസോ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ആയിട്ട് വന്നു. അങ്ങനെ പതുക്കെ യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ആ യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തപ്പം അവിടെ ബോത്ത് മെൻ ആൻഡ് വിമൻ ഓഫ് ഓൾ റിലീജിയൻ ഹാസ് ദ ഫെസിലിറ്റീസ്, ദേ പ്രൊവൈഡഡ് ദ ഫെസിലിറ്റീസ്. അങ്ങനെ 1828 ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ അവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഫസ്റ്റ് പ്രൊഫസറെ 1829 അപ്പോയിൻറ്റഡ് ചെയ്തു. പക്ഷേ ലിറ്ററേച്ചറിനെക്കാളും കൂടുതലായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നതിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അങ്ങനെ ലിറ്ററേച്ചറൂടെ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നു. അങ്ങനെ ടി മോറിസിനെ പ്രൊഫസറായിട്ട് കിങ്സ് കോളേജിൽ അപ്പോയിൻറ്റഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ സ്റ്റഡീസ് വന്നപ്പം അത് ഒരുപാട് നോഷൻസും ഒരുപാട് ഹാബിറ്റ് ചേഞ്ചും ഒരുപാട് പെക്യുലാർ ചേഞ്ചുകളും ആ ഒരു ഏജിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലിറ്ററേച്ചർ ഹൈലൈറ്റ് ചെയ്യുന്നത് വാല്യൂസ്, അങ്ങനെ എൻഡ്യൂറിങ് വാല്യൂസ് ആണ്. അത് ഹ്യൂമനിസം, മോറലിസം, എല്ലാത്തിനും ഒരു ഹ്യൂമൻ കൈൻഡ് ഐഡിയോളജി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വർക്കാണ് നമ്മൾ പറഞ്ഞിരുന്നു ലിറ്ററേച്ചർ. സോ ലിറ്ററേച്ചർ പഠിച്ച് വന്നപ്പോഴത്തേനും ഒരുപാട് ചേഞ്ചസ് ആൾക്കാർക്ക് വരാൻ തുടങ്ങി. വർക്കിംഗ് ക്ലാസ് ആ ഒരു ത്രെറ്റ്, ആ ഒരു ക്രുസൈഡിനൊക്കെ ചേഞ്ച് വന്നു. ആ ഒരു ട്രഡീഷണൽ റൂളിംഗ് ക്ലാസ്, വർക്കിംഗ് ക്ലാസ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ തന്നെ മാറാൻ പതുക്കെ തുടങ്ങുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ലിറ്ററേച്ചർ ആക്ച്വലി ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റിഫ്ലക്ഷൻ സൊസൈറ്റി. അങ്ങനെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ഇതിനു മുന്നേ? അപ്പം ഇതിനു മുന്നേ അല്ലെങ്കിൽ ഈ തിയറീസ് വരുന്നതിന് മുന്നേ ഒറ്റ മോണോപോളിയിലായിരുന്നു മൂവ് ചെയ്തിരുന്നത്. മൊനാസ്ട്രീസിലെ കാര്യങ്ങൾ പഠിക്കുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മിനിറ്റ്, ഓക്കെ. മാത്യു അർണോൾഡ് മെയ്ഡ് എ ലോങ് ക്രുസൈഡ് വെർ ഇൻഡിക്കേറ്റഡ് ദ ത്രെറ്റ് that the rising working classes pose with the traditional ruling class. English was to be a substitute for religion. Now the faith had given way to doubt. ഇനി ഈ ഫെയ്ത്ത് ഹാഡ് ഗിവൺ വേ ടു ഡൗട്ട് എന്നും റിലീജിയനെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ മാത്യു അർണോൾഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മാത്യു അർണോൾഡ് ഏത് ഏജിലാ പോയിട്ടെന്ന് പറയാമോ? എനി വൺ ഓഫ് യു? വിച്ച് ഏജ്? വിക്ടോറിയൻ. യെസ്, കറക്റ്റ്. അപ്പം അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. English was to be a substitute for religion. Now that faith had given way to doubt. അതെന്താണെന്ന് പറയാമോ? വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അത് എന്തിന്റെ പ്രത്യേകതയാ? ഏത് ഏജിന്റെ പ്രത്യേകതയാ? സോ റമീസ പറഞ്ഞു വിക്ടോറിയൻ ഏജ്. യെസ്. അപ്പം നമ്മൾ പറഞ്ഞു ചേഞ്ചുകൾ വരും. അപ്പം യെസ്, ഡീകൺസ്ട്രക്ഷൻ ആണെന്നും പറയാം. യെസ്. അപ്പം
നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, മൊണാസ്ട്രീസും ചർച്ചിനെ മാത്രം നോക്കി നോക്കി കുറെ മനുഷ്യർ ഇങ്ങനെ പോയി ലിറ്ററേച്ചർ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്നു. അവിടെ മാത്യു അർണൾഡ് എന്നൊരു പേര് കൊണ്ടുവന്നു. ഈ മാത്യു അർണൾഡ് എന്ന് പറയുന്ന വ്യക്തി വിക്ടോറിയൻ പോയറ്റ് ആണ്. ഇനി വിക്ടോറിയൻ ഏജിന്റെ പ്രത്യേകത എന്താ? റൈസ് ഓഫ് സയൻസ് ആൻഡ് ഡിക്ലൈൻ ഓഫ് റിലിജൻ. അതാണ് വിക്ടോറിയൻ ഏജിന്റെ മോട്ടോ. റൈസ് ഓഫ് സയൻസ്, ഡിക്ലൈൻ ഓഫ് റിലിജൻ. സയൻസിലേക്ക് ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി, ദൈവമില്ല എന്നുള്ള കോൺസെപ്റ്റ് വന്നു. എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, വിക്ടോറിയൻ ഏജിലായിരുന്നു നമ്മുടെ ഡാർവിൻ്റെ ഹ്യൂമൻസ് ഓൺ ഒറിജിൻ ഓഫ് ഹ്യൂമൻ സ്പീഷീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവൻ ഇറക്കി. മനുഷ്യരെല്ലാവരും പ്രീ എക്സിസ്റ്റിംഗ് ഓർഗാനിസത്തിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ആൾക്കാരെല്ലാം സയൻസിൽ വിശ്വസിച്ചു. അപ്പോൾ ദൈവമല്ലേ നമ്മളെ സൃഷ്ടിച്ചെന്നുള്ള ചോദ്യം ചെയ്യലുകൾ വന്ന സമയമാണ് വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ഏജിലെ ഏതൊരു വർക്ക് വായിച്ചാലും അതിനകത്ത് ദൈവം ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എവിടെ ദൈവമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. റിലീജിയസ് ഡൗട്ട്, റിലീജിയസ് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. റിലീജിയൻ ഹാഡ് ടു ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ ഐഡിയോളജിക്കൽ ബാഗേജ്. അതാണ് വിക്ടോറിയൻ ഏജിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. റിലീജിയൻ എന്ന് പറയുന്ന വലിയൊരു ടൈറ്റിലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ന്യൂ ഐഡിയോളജിക്കൽ ബാഗേജ് വന്നു. ഏതാണ്? ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ്. അപ്പം ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പം വിക്ടോറിയൻ ഏജിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആരും മിണ്ടാതിരിക്കരുത്. ഞാൻ മറ്റേ ഡിഗ്രി പിള്ളേരോട് പഠിപ്പിച്ചപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുത്തൊരു പോയിന്റാണ് റൈസ് ഓഫ് സയൻസ്, ഡിക്ലൈൻ ഓഫ് റിലീജിയൻ. അതാണ് പ്രത്യേകത. എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുക. വിക്ടോറിയൻ ഏജിന്റെ പ്രത്യേകത റൈസ് ഓഫ് സയൻസ്. സയന്റിഫിക് അഡ്വാൻസ്മെന്റുകൾ ഉയർന്നു വന്നു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. ആൾക്കാർ ഒറിജിൻ ഓഫ് സ്പീഷീസിലൊക്കെ വിശ്വസിച്ചത് അപ്പം നമ്മളെ ദൈവം അല്ലേ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. എല്ലാവരും സയന്റിഫിക് അഡ്വാൻസ്മെന്റിന്റെ മുകളിലേക്ക് പോയപ്പം ദൈവത്തെ മറന്നു. ഇനി ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും ചേർച്ചിൽ, നമ്മളെല്ലാം പള്ളിക്കാരാണ്, അല്ലെങ്കിൽ പള്ളിക്കാർക്കെന്നും നമുക്കെന്നും 8 മണിക്ക് പ്രയർ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം പണ്ട് എൻ്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഈ 8 മണിക്ക് കൃത്യമായിട്ട് ഈ പ്രയർ നടക്കും. ഇവർ പോയി മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പം ഞങ്ങളുടെ ജനറേഷൻ വന്നപ്പോഴത്തേനും എൻ്റെ അനിയനും ഞാനും ഫോണിലാണ്. അപ്പോൾ പ്രയറിന് വിളിച്ചാലും നമ്മൾ ചെല്ലത്തില്ല. അതാണ് സയന്റിഫിക് അഡ്വാൻസ്മെന്റ് വന്നുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഫോണായിപ്പോൾ. Everyone are just giving importance to the scientific advancement and we are not taking time to had a conversation with God. ഇപ്പം മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി നമ്മൾ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കാരണം പണ്ട് അങ്ങനല്ലായിരുന്നു. നമ്മുടെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും 8 മണി ഒരു സമയമുണ്ടെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പം എല്ലാവരും ഫോണിലാണ്. പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും പോകാത്ത വീടുകളുണ്ട് അല്ലേ? എടാ പ്രാർത്ഥിക്കാൻ വാ, മേളിലായിരിക്കും നമ്മൾ പൊതുവെ, എൻ്റെ മുറി മേളിലാണ്. അപ്പം അമ്മ കിടന്ന് പ്രയറിന് വാ. അപ്പം ഞാൻ ചിലപ്പോൾ ഫോണും നോക്കിയിരിക്കും. ഞാനല്ല, എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതാണ് വിക്ടോറിയൻ ഏജ് എന്നാണ് പറയുന്നത്. അതായത് സയന്റിഫിക് അഡ്വാൻസ്മെന്റുകളുടെ ആ ഒരു മലയാളത്തിൽ പറഞ്ഞുതരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ദ പീപ്പിൾ ആർ ജസ്റ്റ് ഇൻസൈഡ് ദാറ്റ് ആ ഒരു വെബിലാണ്. സയന്റിഫിക് അഡ്വാൻസ്മെന്റിന്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് അവർ അതിൽ തന്നെ ലയിച്ചു പോകുന്നു. ദേ ആർ നോട്ട് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അതാണ് വിക്ടോറിയൻ ഏജിൽ കണ്ടത്. അപ്പം ഡാർവിനും കൂടെ വന്ന് ഒറിജിൻ ഓഫ് സ്പീഷീസ് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ഓർഗാനിസത്തിൽ നിന്നാണ് വന്നെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും അപ്പോൾ ദൈവം അല്ലേ നമ്മളെ സൃഷ്ടിച്ച എന്നൊരു കോൺസെപ്റ്റ് അവിടെ വന്നു. ക്രിസ്ത്യാനിറ്റി, റിലീജിയസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഹെൻസ് അർണോൾഡ് പ്രൊഫസി ദാറ്റ് പോയട്രി വുഡ് റീപ്ലേസ് റിലീജിയൻ. അതുകൊണ്ട് തന്നെ അർണോൾഡിന്റെ പ്രൊഫസി എന്താണ്? പോയട്രി വുഡ് റീപ്ലേസ് റിലിജിയൻ. സോ ഇതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി കുറച്ച് വർക്കിന്റെ പേരോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ സോഷ്യൽ മിഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ്, റീറീഡിങ് ഇംഗ്ലീഷ്. അതൊന്നും ജസ്റ്റ് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് വിടണ്ട. ഇത്രയുമാണ് ആ ഒരു ഏരിയയിൽ നോക്കേണ്ടത്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായല്ലോ. പണ്ട് ഇങ്ങനെയായിരുന്നു, മൊണാസ്ട്രി, ചർച്ച് സ്റ്റഡീസ് അങ്ങനെ ഇങ്ങനെ മാത്രം നടന്നു. ബൈബിൾ എന്ന് പറയുന്നത് പഠിച്ച് മാത്രം നടന്ന സമയമുണ്ട്. പതുക്കെ ലിറ്ററേച്ചർ വന്നപ്പോഴത്തേനും ആൾക്കാർ പുതിയ പുതിയ വർക്കുകളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് അതിനകത്ത് കുറേ മാറ്റങ്ങൾ മനുഷ്യർക്ക് വന്നു.
അങ്ങനെ ആ മാറ്റത്തിൽ ഒന്നാണ് വിക്ടോറിയൻ ഏജിൽ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയ ആ പോയിന്റ്സ്. Before theory, page number 9. Wait, one message is there. What message? Okay. So theory before theory. അപ്പോൾ തിയറി ബിഫോർ തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ക്വസ്റ്റ്യനിങ് ആണ്. വാട്ട് ഇസ് തിയറി ബിഫോർ തിയറി? ഈ തിയറിക്ക് മുന്നിലുള്ള തിയറിയിൽ വാട്ട് ഇസ് ഇൻസൈഡ് എ തിയറി? ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡൗട്ട്ഫുൾ കേസുകളായിരിക്കും നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ തിയറിക്ക് മുന്നേ എന്താണ് ബിഗിനിങ്, അല്ലെങ്കിൽ എന്താണ് ആ ലിറ്റററി വാല്യൂ, ഇതൊക്കെയാണ് അവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ദ തിയറി ദാറ്റ് റൂൾഡ് ദ വേൾഡ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം വിത്തൗട്ട് purporting to the theory was or has been known as liberal humanism. Here are some of the basic tenets of the creed which Peter Barry lists in his book Beginning Theory. ഇതിന് മുന്നേ ഞാൻ നമ്മുടെ ഒരു രീതിയിൽ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും സയൻസിൽ പറയുന്ന തിയറി വി ഓൾ കംസ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് ഓർഗാനിസം, ഡാർവിൻ്റെ ഒരു തിയറിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കണക്ഷനാണ് ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ തിയറി ബിഫോർ തിയറി? നമുക്ക് ഒരുപാട് തിയറികൾ കൊണ്ടുവന്നു. സൈക്കോളജിക്കൽ തിയറി, മാർക്സിസം, ഇങ്ങനെയൊക്കെയുള്ള കുറേ തിയറീസ് നമുക്കുണ്ട്. ഇപ്പം ഹ്യൂമനിസം, ന്യൂ ക്രിറ്റിസിസം, ഇങ്ങനെ ഒരുപാട് തിയറീസ് ലിറ്ററേച്ചറിൽ ഇപ്പം ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഇതിനൊക്കെ മുന്നേ ഒരു തിയറി ഉണ്ട്. അതെന്താണെന്നാണ് ഇവിടെ ഒരു ചോദ്യം വന്നത്. അപ്പോൾ ആ തിയറിയുടെ മെയിൻ മോട്ടീവ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കോണ്ടന്റ് ഓഫ് ദാറ്റ് തിയറി, എന്താണ് ആ ഒരു സിമ്പിൾ തിയറി എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസമാണ്. അപ്പം എല്ലാ തിയറിക്കും മുന്നിൽ വന്ന തിയറി എന്ന് പറഞ്ഞാൽ ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. അപ്പം ലിബറൽ ഹ്യൂമനിസം എന്താണ്, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു തരാം. ലിബറൽ ഹ്യൂമനിസം ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും ഹ്യൂമൻ നേച്ചറിനെയും സൊസൈറ്റിയിലുള്ള ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഇമ്പാക്റ്റിനെയാണ് ലിബറൽ ഹ്യൂമനിസം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തിയറി ബിഫോർ തിയറി എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്? ലിബറൽ ഹ്യൂമനിസം ആണ്. അപ്പോൾ ലിബറൽ ഹ്യൂമനിസം എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലിബറൽ ഹ്യൂമനിസം ഈസ് എ തിയറി ദാറ്റ് ഫോക്കസ് ഓൺ the human, that is just analyzing the human nature and societal impact. ഒരു വ്യക്തിയുടെ ഹ്യൂമൻ നേച്ചറിനെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വൽസ് എങ്ങനെ ദേ ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഇമ്പാക്റ്റ് ടു ദ സൊസൈറ്റിയിലുള്ള അവരുടെ ഇമ്പാക്റ്റ്. ഇതാണ് ലിബറൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐഡിയ എന്തായിരുന്നു? ലിബറൽ ഹ്യൂമനിസം എന്നാണ് അവർ പറയുന്നത്. ആ ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ കുറച്ച് ടെനൻസ് ഉണ്ട്. അതിനകത്ത് ഒരാളുടെ പേര് മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് പീറ്റർ ബാരി. അദ്ദേഹത്തിൻ്റെ ബിഗിനിങ് തിയറിയിലാണ് ഈ ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ദാറ്റ് ലിറ്റററി വാല്യൂ ഈസ് ട്രാൻസെൻഡഡ്, that as good literature is of timeless significance. Such writing is not for an age but for all time. That is, Ben Jonson had said of Shakespeare. More recently, in the 20th century, Ezra Pound has defined literature as news which stays news. ഇനി ഈ ലിബറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ലിബറൽ ഹ്യൂമനിസം നമ്മൾ പറഞ്ഞു. അതൊരു സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വലിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ നേച്ചറിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കാം. അങ്ങനെ എപ്പോഴും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ദർ ഇസ് നോട്ട് ആൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം. ഒരു ഏജിൽ മാത്രമല്ല എല്ലാ സമയങ്ങളിലും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് കയറി വരുന്നത് ഷേക്സ്പിയറിനെ പോലുള്ള വ്യക്തികളല്ലേ, ബെൻ ജോൺസന്റെ വർക്ക്സ്, അല്ലെങ്കിൽ 20th സെഞ്ചുറിയിലെ എസ്രാ പൗണ്ടിന്റെ വർക്ക്സ് ആണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നതെന്നാണ് പറയുന്നത്. Then that a literary text contain its own meaning within itself and it does not require an elaborate process of placing it with a context, whether this is latter be socio-political, autobiographical or literary historical. As a critics, the liberal humanists adhere to the approach which insists upon the primacy and self-sufficiency of the word of the page, the black marks. ഇനി ഇവരിവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലിബറൽ ഹ്യൂമനിസം അല്ലെങ്കിൽ ലിറ്ററൽ വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ്
ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ്സ് മാത്രം, ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ മീനിങ്സും നമ്മളിലേക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇലോബറേറ്റിംഗ് വിത്ത് എനി അതർ കോണ്ടെക്സ്റ്റ്, അല്ലാതെ എക്സ്ട്രാ കോണ്ടെക്സ്റ്റുകൾ കയറ്റി, അല്ലെ സൈക്കോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഇങ്ങനെ പറയുന്ന കോണ്ടന്റ് ഒന്നും കയറ്റാതെ തന്നെ ദേ ആർ ഗിവിങ് വാട്ട് ഈസ് വിതിൻ ഇൻസൈഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്താണെന്നുള്ളത് നേരിട്ട് മനുഷ്യനിലേക്ക് എത്തിക്കാനാണ് ലിബറൽ ഹ്യൂമനിസം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് തിയറി ബിഫോർ തിയറി നമ്മൾ ഈ പഠിച്ച മാർക്സിസം അല്ലെ സോഷ്യോ പൊളിറ്റിക്കൽ സൈക്കോളജിക്കൽ ഇങ്ങനെയൊക്കെ ഈഗോ ലാറ്റർ ഈഗോ ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഇലക്ട്രാ കോംപ്ലെക്സ്, ഈഡിപ്പസ് കോംപ്ലെക്സ്, ഇതെല്ലാം വരുന്നതിന് മുന്നേ വാട്ട് ഈസ് എ ടെക്സ്റ്റ് വിതിൻ ഇറ്റ് സെൽഫ് എന്നൊരു കോണ്ടെക്സ്റ്റ് ആണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. നമുക്ക് സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള വർക്കുകൾ ഉണ്ടായിരുന്നു, ഓട്ടോബയോഗ്രഫിക്കൽ വർക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലിറ്റററി ഹിസ്റ്റോറിക്കൽ വർക്ക്സുകളും എല്ലാം നമുക്ക് തന്നിരുന്നത് ഒരു ലിബറൽ ഹ്യൂമനിസ്റ്റ് കാഴ്ചപ്പാടിൽ തന്നെയായിരുന്നു. ദർ ഇസ് നോ അതർ മിക്സിംഗ് അപ്പ് ഓഫ് ദ കോണ്ടന്റ്, അതർ കോണ്ടെക്സ്റ്റുകളെ കയറ്റാത്തതായിരുന്നു നമ്മുടെ പഴയകാല വർക്ക്സ് അല്ലെങ്കിൽ പഴയ തിയറിക്ക് മുന്നേ ഉള്ള തിയറി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ that to understand the text well it must be discharged from this context and studied in isolation. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോണ്ടെക്സ്റ്റുകളിൽ നിന്നും ഇതിനെ ഡിറ്റാച്ച് ചെയ്ത് ഒരു ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകളായിരുന്നു ആ സമയത്ത്. വാട്ട് ഈസ് ഐസൊലേഷൻ? ദാറ്റ് ഈസ് സെപ്പറേഷൻ. ഈ പറയുന്നത് മാർക്സിസം എന്നൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഫെമിനിസം, അല്ലെങ്കിൽ ഹെജമണിക് മസ്കുലിനിറ്റി, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഓരോ തിയറി, ഈ തിയറിയിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്ത് വന്ന വർക്കുകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവരേറ്റവും കൂടുതൽ ജനറലൈസ് ചെയ്തായിരുന്നു എഴുത്തുകൾ ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് അവിടെ പ്രത്യേകം അവർ പറയുന്നുണ്ട്, ദെയർ ക്രിട്ടിക്സ് റൈറ്റിംഗ്സ് ദിസ് ഓൾ അബൌട്ട് ജനറലൈസേഷൻ. ദാറ്റ് ഈസ് പ്രീ തിയറിക്ക് മുന്നുള്ള തിയറി. ഫോർത്ത് വൺ, ദാറ്റ് ഹ്യൂമൻ നേച്ചർ ഈസ് എസെൻഷ്യലി അൺചേഞ്ചിങ്. ഇനി ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? എസെൻഷ്യലി അൺചേഞ്ചിങ് എന്നൊരു കോൺസെപ്റ്റും ഇവരുടെ റൈറ്റിങ്സിലെ ഒരു മെയിൻ കണ്ടന്റ് ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ, ഷേക്സ്പിയറിൻ്റെ വർക്കുകളിനകത്ത് എപ്പോഴും നമ്മൾ കാണുന്നത് ഒരേ രീതിയിലുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡെത്ത്, അല്ലെങ്കിൽ ട്രാജഡി, ഇത് തന്നെ എഴുതുക, അല്ലെങ്കിൽ ചോസർ എഴുതിയതെല്ലാം ഇതുപോലെ തന്നെ. പക്ഷെ പിന്നെ മാറി എഴുത്തുകൾ ഓരോ വർക്കുകളിലും ഓരോ പുതിയ ഐഡിയോളജീസ്, പുതിയ കോൺസെപ്റ്റുകൾ കയറി വന്നപ്പോൾ പലതിനും മാറ്റമുണ്ടായി. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പഴയകാല ഫിലിംസ് ലീനിയർ പ്ലോട്ടിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഫിലിംസ് നോൺ ലീനിയർ ആയിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലോട്ടുകൾ അനാലിസിസും തരുന്നു. സോ തിയറി ബിഫോർ തിയറി എന്ന് പറഞ്ഞ് നമുക്ക് വേണേൽ പഴയകാല ഫിലിംസുമായിട്ട് കമ്പയർ ചെയ്യാം. ന്യൂ തിയറി അല്ലെങ്കിൽ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പുതിയ ചേഞ്ചുകളായിട്ട് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ 5th പോയിന്റ്, ഇതിനകത്ത് നിങ്ങൾ 8th പോയിന്റ് വരെ നോക്കിയാൽ മതി. ഇതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ അത്രയും മതി. Then that individuality is something securely possessed within each of us as our unique essence. This discipline as a whole believed in what is now called the transcended subject, which is the belief in the individual. അപ്പം ട്രാൻസെൻഡലിസം എന്നൊക്കെ പറഞ്ഞാൽ ആ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്ത് വരുന്നതിനെയാണ് ട്രാൻസെൻഡലിസം. അതുകൊണ്ട് തന്നെ ഏതൊരു വർക്കിലെയും സബ്ജക്റ്റ് ഡെഫിനറ്റ്ലി ഇൻഡിവിജ്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ട്രാൻസെൻഡൽ എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു ട്രാൻസെൻഡലിസം ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാനില്ല. ട്രാൻസെൻഡലിസം അമേരിക്കൻ ലിറ്ററേച്ചറിലുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യേണ്ട. ഇത് നമ്മുടെ ഇവിടുത്തെ ട്രാൻസെൻഡലിസമായിട്ട് നോക്കിയാൽ മതി. ഐ തിങ്ക് നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട് ട്രാൻസെൻഡലിസം എന്ന് എനിക്ക് തോന്നുന്നു. അത് മോറോവർ ഇറ്റ് ഈസ് ഹ്യൂമനിറ്റി അല്ലെങ്കിൽ നേച്ചർ, ഹ്യൂമനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളത് തന്നെയാണ് ട്രാൻസെൻഡലിസം. പക്ഷേ അമേരിക്കൻ ലിറ്ററേച്ചറിലെ ട്രാൻസെൻഡലിസമായിട്ട് മിക്സപ്പ് ചെയ്യേണ്ട, ഇവിടുത്തേത് മാത്രം നോക്കിയാൽ മതി. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഇൻഡിവിജ്വൽ ഇറ്റ് സെൽഫ്. അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഏതൊരു വർക്കിലെയും സബ്ജക്റ്റ് ഓറിയന്റഡ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ സബ്ജക്ട് ബിഹൈൻഡ് എവറി വർക്ക് ഈസ് ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദ ഇൻഡിവിജ്വൽ. അതാണ് ട്രാൻസെൻഡലിസം അല്ലെങ്കിൽ ട്രാൻസെൻഡഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. That the purpose of literature is especially the enchantment of life with the propagation of human values. അതും എഴുതേണ്ട പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള റൈറ്റിംഗ്സിൻ്റെ പേർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എൻചാൻറ്റിങ് ദ ലൈഫ് ആൻഡ് ദ ഹ്യൂമൻ വാല്യൂസ്. ലൈഫിനെ പോർട്രേ ചെയ്ത് കാണിക്കുക, ഹ്യൂമൻ വാല്യൂസിനെ പോർട്രേ ചെയ്ത് കാണിക്കുക. ഇതൊക്കെയായിരുന്നു ആ സമയത്തെ മെയിൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ തീംസ്. 7th one, that form and content in literature must be fused in organic way so that one's grow inevitably from the other. ഇതിനകത്ത് ഓരോ കണ്ടന്റും ഓർഗാനിക് വേ ആണ്, വിച്ച് മീൻസ് നല്ല ഹ്യൂമൻ വാല്യൂസ്. ഓർഗാനിക്കും ഇൻഓർഗാനിക്കിൻ്റെ ഡിഫറൻസ് എന്താ?
നമ്മളിപ്പോൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന സെയിം മീനിങ് തന്നെ ആയിരിക്കും. അതുപോലെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇറ്റ് ഇസ് മോർ ഓവർ കോൺസെൻട്രേറ്റഡ് ടു ദ റസ്റ്റിക് ഹ്യൂമൻ വാല്യൂസ്. റസ്റ്റിക് ഹ്യൂമൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ അത് വൺസ് ഗ്രോസ് ഇൻഎവിറ്റബിളി ഫ്രം അതർ. വാട്ട് ഇസ് ഇൻഎവിറ്റബിൾ? അതായത് ഒരു നെഗറ്റീവ് വശങ്ങളില്ലാതെ സിമ്പിളായിട്ട് നല്ല നല്ല കാര്യങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഷേക്സ്പിയറിൻ്റെ ഒരു വർക്ക് ഉണ്ട് ഹാംലെറ്റ്, അല്ലെങ്കിൽ ഈഡിപ്പസ് റെക്സ് എന്നൊരു വർക്ക് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈഡിപ്പസ് റെക്സ് സോഫോക്ലിസ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് എഴുതിയത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ സോഫോക്ലിസ് എന്നൊരു റൈറ്റർ ഈ ഈഡിപ്പസ് റെക്സ് എഴുതിയത്, ഈഡിപ്പസിൻ്റെ കഥ ഞാൻ ഡിഗ്രി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇഗ്നോൻ്റെ. അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അച്ഛനെ കൊന്ന് അമ്മയെ വിവാഹം ചെയ്യാൻ സാഹചര്യം വരുന്ന ഒരു കിങ്ങിൻ്റെ കഥയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വിധിയിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചു. പക്ഷേ വിധി അമ്മയെ തന്നെ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്നായിരുന്നു. അപ്പോൾ അച്ഛനെ കൊന്ന് അമ്മയെ കല്യാണം കഴിച്ചു. നമ്മുടെ സോഫോക്ലിസ് അത് ജസ്റ്റ് ഒരു ഡ്രാമയായിട്ട് ഇറക്കിയതേ ഉള്ളൂ. പക്ഷേ ആ സോഫോക്ലിസിൻ്റെ ഈഡിപ്പസ് റെക്സിനകത്ത് എൻഡിങ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈഡിപ്പസ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. കാരണം അറിയാതെ ചെയ്തൊരു തെറ്റാണ്. അയ്യോ ഞാൻ എൻ്റെ അമ്മയാണ്, ഭയങ്കരമായിട്ട് അവസാനം ഒരു സള്ളിലക്കിയുണ്ട്. അതായത് ഈഡിപ്പസ് അമ്മയുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് കരയുന്നൊരു സീനുണ്ട്. അപ്പോൾ അവിടെ സോഫോക്ലിസ് നമുക്ക് വേണ്ടി തരാൻ ഉദ്ദേശിച്ചത് ഹ്യൂമൻ വാല്യൂസ് തന്നെയാണ്. അതായത് ഈഡിപ്പസ് അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? ആ പുള്ളി അത് ഭയങ്കരമായിട്ട് അവൻ അറിയാതെ പോയ തെറ്റാണെങ്കിലും ഈഡിപ്പസ് ഒടുവിൽ എന്തേലും പറയുന്നുണ്ടോ? ഓക്കെ, ഈഡിപ്പസ് ഒടുവിൽ ആ ഒരു തെറ്റിനെ അക്സെപ്റ്റ് ചെയ്ത് ആ റിയാലിറ്റിയിൽ അത് വന്നല്ലോ എന്ന് അക്സെപ്റ്റ് ചെയ്ത് കണ്ണ് എടുത്ത് അവിടെ ഇരിക്കുന്നതായിട്ട്. അതായത് ഈഡിപ്പസ് പറയുന്നുണ്ട് എനിക്ക് മരിച്ചാൽ സ്വർഗത്തിൽ പോകും, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ കാണും, അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൾ പിരിത് കളഞ്ഞ് ഞാൻ ഇങ്ങനെ ജീവിക്കാം. എന്താണ് കാരണം? കണ്ണുകൾ പിരിത് കഴിഞ്ഞിട്ട് മരിച്ചാലും സ്വർഗത്തിൽ പോയി എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ ഫേസ് ചെയ്യണ്ടല്ലോ. അത് അങ്ങനെ ഒരു ഹ്യൂമൻ വാല്യൂസിനൊരു ഇമ്പോർട്ടൻസ് അവസാനം ഈ സോഫോക്ലിസ് ആ ഡ്രാമയിൽ കൊടുത്തായിരുന്നു. ഇതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതിനു ശേഷമാണ് നമ്മുടെ സൈക്കോ അനാലിസിസ്, സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെ സൈക്കോ അനാലിസിസ് തിയറി, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് തിയറീസ് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു തിയറിയും കൊണ്ട് വന്നു. അപ്പം അദ്ദേഹം ശരിക്കും ഒരു ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ലാസ്റ്റിൽ ഒരു സള്ളിലക്കിയൊക്കെ വന്നെങ്കിലും തിയറി വന്നപ്പോൾ ഉണ്ടായ ദോഷം അച്ഛനെ കൊന്ന് അമ്മയെ വിവാഹം ചെയ്ത മകൻ എന്നുള്ളൊരു കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ അനിയന്മാർക്ക് അമ്മമാരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഈഡിപ്പസ് കോംപ്ലക്സിന് ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ്സും ഉണ്ടായിരുന്നു തിയറിക്ക്. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനോർഗാനിക് ആയിട്ടാണ് ഇപ്പോഴത്തെ തിയറി വരുന്നത്. ഓർഗാനിക് വേയിലായിരിക്കാം ചിലപ്പം അന്നത്തെ ആൾക്കാർ ജസ്റ്റ് ഹ്യൂമൻ വാല്യൂസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫോക്കസ് ചെയ്ത് എഴുതുമ്പം തിയറി വന്ന് പല പല ഇൻ്റർപ്രിട്ടേഷൻ വരുമ്പോഴത്തേനും കുറച്ച് ഇനോർഗാനിക് എലമെൻറ്റ്സ് അവിടെ വരും. ഇനി 8th one. Eighth one, that sincerity comprising truthfulness towards experience, honesty towards the self, and the capacity for human empathy and compassion is a quality which inheres in the language with which literature is made. ഇനി ആ സമയത്ത് വർക്കിങ്ങിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് ട്രൂത്ത്ഫുൾനെസ്, എക്സ്പീരിയൻസ്, ഓണസ്റ്റി, ഹ്യൂമൻ എംപതി, കമ്പാഷൻ, ക്വാളിറ്റി. ലാംഗ്വേജിനൊരു ക്വാളിറ്റി ഉണ്ടെന്ന് ഇതിനകത്ത് അവർ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, പക്ഷേ പണ്ടത്തെ ലാംഗ്വേജ് പാവപ്പെട്ട ആൾക്കാർക്ക് വായിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ലിറ്ററേച്ചർ ഇതാണ്, ചിലതിനകത്ത് ചിലത് പറയും, ചിലതിനകത്ത് ചിലത് പറയും. സോ എല്ലാ വർഷത്തിൽ നിന്ന് നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇവർ സ്ഥാപിക്കുന്നത് അന്നത്തെ ലാംഗ്വേജും ഭയങ്കര ക്വാളിറ്റി ഉള്ളതെന്ന് പറയുന്നു, ഇപ്പോഴത്തെ ലാംഗ്വേജിന് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നു. ആയിരിക്കാം, പക്ഷേ എല്ലാ വർഷത്തിനും ഗുഡ്സും നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട്. അപ്പം കുഴഞ്ഞു പോകരുത്. ഓരോ കോണ്ടെക്സ്റ്റ് വെച്ച് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വരുമ്പം ഇവർ പറയുന്ന പോയിന്റ്സ് മാത്രം സ്ട്രെസ് ചെയ്യുക. അന്നത്തെ ലാംഗ്വേജ് നല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല എന്ന് പറഞ്ഞേക്കുക. കാരണം ഓരോ ടോപ്പിക്ക് വെച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇവരുടെ പ്രസ്താവനയാണ് ലാംഗ്വേജ് ഇസ് വെരി ക്വാളിറ്റി ഉള്ള ലാംഗ്വേജ് ആയിരുന്നു അന്നത്തെ കാലത്തെ ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നാണ് പറയുന്നത്. 9th one, that what is valued in literature is a silent showing and demonstrating of the something rather than explaining or saying for it. ഇനി
അതുകൂടാതെ അന്നത്തെ ലിറ്ററേച്ചറിൻ്റെ വാല്യൂ ഈസ് ഓൾ അബൌട്ട് സൈലൻറ്റ്, ഷോയിങ് ഡെമോൺസ്ട്രേറ്റ് സംതിങ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ റാദർ എക്സ്പ്ലനേഷൻ. അതിനർത്ഥം ഇപ്പം ഒരു സിനിമ ഇറങ്ങിയാൽ നമ്മൾ ഓപ്പണായിട്ട് റിവ്യൂസ് ഒരു സംഭവമുണ്ട്. പലർക്കും എന്തും പറയാം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും എന്തും ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഫർദർ എക്സ്പ്ലനേഷൻ. ഒരാൾ ഒരു സിനിമയെ കണ്ട് അവൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് പറയും, ഇവിടെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ. പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ടൊരു ഫിലിം ഇറങ്ങി, ഓക്കെ, അല്ല ഒരു നോവൽ, നമ്മുടെ MT വാസുദേവൻ്റെ ഒരു നോവൽ, ആരും ഇത്രയും ഫർദർ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യാൻ പോകാറില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷേക്സ്പിയറിൻ്റെ ഒരു വർക്കിനെ ഒന്നും ഇത്രയും ഇൻ്റർപ്രിറ്റേഷൻസ്, ഫർദർ സേയിങ്, ഫർദർ ക്വസ്റ്റനിങ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഒരു തിയറി ഒക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ന്യൂ ക്രിറ്റിസിസം, അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്ന ലിറ്റററി ക്രിറ്റിസിസം വന്നതിന് ശേഷമാണ് ഇത്രമാത്രം ആൾക്കാർ തന്നെ ഓരോ വർക്കിനെയും ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ വരുന്നത്. ഇത്രയുമാണ് തിയറി ബിഫോർ തിയറി. അപ്പോൾ തിയറി ബിഫോർ തിയറിയുടെ മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ പഴയ തിയറിക്ക് മുന്നുണ്ടായ ബിഗിനിങ് ലിറ്ററേച്ചർ, അതായത് ലിബറൽ ഹ്യൂമനിസമാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൻ്റെ പേജിൻ്റെ ഇടയ്ക്കത്തെ സീൻ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. സോ ഇത്രയും പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം പ്ലീസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, കാരണം നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ് ലിറ്റററി ക്രിറ്റിസിസം ആകുമ്പം കുറച്ച് പ്രശ്നമാണെന്ന്. വലിയ സുഖമുള്ള ടോപ്പിക്കല്ല, ഇച്ചിരി ബോറുള്ള ടോപ്പിക്കാണ്, ബോറ് പോലത്തെ ടോപ്പിക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് വൺ ഇമ്മീഡിയറ്റ്. മാം പറഞ്ഞോടാ. അതൊന്ന് സമ്മറൈസ് ചെയ്ത് തരുമോ? പോയിന്റ്സ് ആയിട്ട് പറയണ്ട. ഓക്കെ ഇപ്പൊ പറഞ്ഞുതരാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ തിയറി ബിഫോർ തിയറിയുടെ മെയിൻ മോട്ടീവ് ഇസ് ലിബറൽ ഹ്യൂമനിസം. ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എളുപ്പത്തിൽ പറഞ്ഞുതരാം. മെയിൻ മോട്ടീവ് ഇസ് ലിബറൽ ഹ്യൂമനിസം ആണ് അതിൻ്റെ മെയിൻ മോട്ടീവ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് അനലൈസിങ് ദ ക്വാളിറ്റീസ് ഓഫ് ദ ലാറ്റർ പാർട്ട് ഓഫ് ദ വർക്ക്സ്, അല്ലെങ്കിൽ തിയറിക്ക് മുന്നേ ഉണ്ടായിരുന്ന തിയറിയുടെ ക്വാളിറ്റീസിനെ ഫോക്കസ് ചെയ്താണ് അവിടെ പറയുന്നത്. ഇനി ഇവരുടെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ലിറ്ററേച്ചർ. പഴയ കാലത്തെ ഒരു 20th സെഞ്ച്വറി അല്ലെ ബെൻ ജോൺസൺ പോലുള്ള, അല്ലെങ്കിൽ ഷേക്സ്പിയർ പോലുള്ളവരുടെ റൈറ്റിങ്സിനെ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത്. അവരുടെ റൈറ്റിങ്സ് എപ്പോഴും ടൈംലെസ് ആണ്. എന്തൊക്കെ ന്യൂ തിയറീസ് ഒക്കെ വന്ന് അവരെ ഇൻ്റർപ്രറ്റ് ചെയ്താലും, അല്ലെങ്കിൽ എന്തൊക്കെ ന്യൂ തിയറീസ് വന്ന് ക്രിറ്റിസിസം നടത്തിയാലും അവരുടെ റൈറ്റിങ്സിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇലാബറേറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് വിതിൻ ഇറ്റ് സെൽഫ്, മീനിങ് ഇസ് വിതിൻ ഇൻസൈഡ് ദ ടെക്സ്റ്റ് ബുക്ക്. അന്നത്തെ എല്ലാ റൈറ്റിങ്സിൻ്റെ മീനിങ്സും അതും വാല്യൂസും എല്ലാം ഹ്യൂമനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളതാണ്. അതായത് മോർ ഹ്യൂമെയിൻ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അന്നത്തെ വർക്ക്സിൽ കൂടുതൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ലിബറൽ ഹ്യൂമനിസ്റ്റിക്കൽ അപ്രോച്ചിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവർ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇവർ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പല തരത്തിലുള്ള കോണ്ടെക്സ്റ്റുകളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ജനറലൈസ്ഡ് ആയിട്ടാണ് എഴുതിയിരുന്നത്. അല്ലാതെ ഒരു വ്യക്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റിനെ വെച്ചൊന്നും അല്ല എഴുതിയത്, ജനറലൈസ് ചെയ്ത് ഉള്ള റൈറ്റിങ്സ് ആയിരുന്നു അന്നത്തെ കാലത്തെന്ന് പറയുന്നു. പിന്നെ ഇൻഡിവിജ്വൽ എസെൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എല്ലാത്തിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്താന്ന് പറയുന്നു. പിന്നെ പറയാനുള്ളത് ലൈഫ്, ഹ്യൂമൻ വാല്യൂസ്, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഹ്യൂമൻ വാല്യൂസിൻ്റെ പേർപ്പസ് എന്ന് പറയുന്ന ഒരു ഐഡിയനെ പോയിന്റ് ഔട്ട് ചെയ്തായിരുന്നു അവർ എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഓർഗാനിക് വേ ആണ്, മോർ ഫ്യൂസ്ഡ് വിത്ത് ഓർഗാനിക് റൈറ്റിങ്സിലാണ്. പിന്നെ സിൻസിയറിറ്റി, ഓണസ്റ്റി, കമ്പാഷൻ, ഹ്യൂമൻ എംപതി, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിട്ടുള്ളതായിരുന്നു. സോ തിയറി ബിഫോർ തിയറി ഈസ് നോൺ ആസ് ലിബറൽ ഹ്യൂമനിസം. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോടാ? ചോദിച്ചാള് ഓക്കെ. സോ നെക്സ്റ്റ് വൺ പീറ്റർ ബാരിയുടെ ഒപ്പീനിയൻ ആണോ? അതെ, പീറ്റർ ബാരിയുടെ ആ ഒരു വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ്. പലർക്കും പല ഒപ്പീനിയൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് പീറ്റർ ബാരി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നത്.
സോ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് വന്നിട്ടില്ല. ഞാൻ എന്തായാലും ഓടിച്ചെന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. Okay. So the main impulse towards literary theory as it now comes to us rose in the wake of the modernist movement. As Ijaz Ahmad says, even the more advanced sectors of English studies during the period between the two world wars were dominated by four main tendencies: the practical criticism of I.A. Richard, the conservative monarchist, quasi-Catholic criticism of T.S. Eliot, some elements of avant-gardist modernism which nevertheless remained much less theorized in English-speaking countries than in continental Europe, and the then newly emergent new criticism of Ransom, Tate and others in the United States. ഇവിടെ കുറച്ച് കോണ്ടെക്സ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് I.A. റിച്ചാർഡിൻ്റെ തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, നിങ്ങൾക്കത് പഠിക്കാനുണ്ട്. പിന്നെ ക്വാസി കാത്തോലിക് ക്രിറ്റിസം, T.S. എലിയറ്റിൻ്റെ അവോഗാൻ്റെ മൂവ്മെൻ്റ് ഉണ്ട് പഠിക്കാൻ. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോണ്ടിനെൻ്റൽ, ദെൻ ന്യൂ ക്രിറ്റിസിസം. ഇത്രയുമാണ് പുതിയ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. The resistance of such exclusivist and technicist, that is emphasis technique, criticism developed in England first, where there was an older tradition of socially conscious literacy. ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ PDF-ൻ്റെ അല്ല, ഞാൻ എൻ്റെ ഒരു നോട്ട് തന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനകത്ത് വലിയ രീതിയിൽ കണ്ടന്റ് പറയുന്നില്ല, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമാണ് പറയുന്നത്. സോ ഫ്രം ക്രിറ്റിസിസം to theory, page number 11. Ijaz Ahmad begins the introduction as his well-known book in theory by saying that the notable development in literary studies as these have evolved in all the English-speaking countries over the past quarter century also is the proliferation from a great many critical positions of what has come to know simply as theory. This explosion of theory is due to radical disagreement over interpreting almost every social cultural phenomena. Yes. അപ്പോൾ തിയറി എന്ന് പറയുന്ന ഒരു വർക്കിനകത്ത്, ഐജസ് അഹമ്മദിൻ്റെ തിയറി എന്ന് പറയുന്ന വർക്കിനകത്ത് അദ്ദേഹം നോട്ടബിളായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലിറ്റററി സ്റ്റഡീസ് ആണ്. ഈ ലിറ്റററി സ്റ്റഡീസ് എന്തിനൊക്കെയാണ് ഇവോൾവ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റ് ക്വാർട്ടർ സെഞ്ചുറിയിൽ ഉണ്ടായ ചേഞ്ചുകളെ നോക്കിയാണ് ക്രിട്ടിക്കൽ പൊസിഷൻസിനും പുതിയ പുതിയ ഐഡിയാസ് ഇവർ കൊണ്ടുവരാൻ തുടങ്ങി. അതായത് ഓരോ കാലത്തെ ഓരോ വർക്കുകളെയും അനലൈസ് ചെയ്താണ് ഇവർക്ക് തിയറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വരണമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. തിയറി എന്തിനാന്ന് ചോദിച്ചാൽ ഓരോ വർക്കിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി ആഴത്തിൽ പഠിച്ചതിന് ശേഷമാണ് ഇവർ തിയറി കൊണ്ടുവന്നത്. ദിസ് എക്സ്പ്ലോഷൻ ഓഫ് തിയറി, ഈ തിയറി എന്തിനാണ് ശരിക്കും എടുത്തെന്ന് ചോദിച്ചാൽ ആ പോയിന്റ് എഴുതി വെക്കേണ്ടതാണ്. ഈസ് ഡ്യൂ ടു റാഡിക്കൽ ഡിസഗ്രിമെന്റ് ഓവർ ഇന്റർപ്രറ്റിംഗ് ഓൾമോസ്റ്റ് എവറി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫിനോമിന. ഞാൻ പറഞ്ഞു, ഏതൊരു സോഷ്യലാകട്ടെ കൾച്ചറലാകട്ടെ ഏത് ഫിനോമിനയും നല്ല രീതിയിൽ ഓവർ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു തിയറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. Whereas social scientists evolved theories earlier in order to tune their investigation to scientific methods, literary critics took their cue from the social scientist. ഇനി നമ്മൾ പറഞ്ഞു ലിറ്ററേച്ചറൽ തിയറീസ് ഒക്കെ വന്നത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ആണ്. പക്ഷേ മറ്റേത് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ അവരുടെ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി ഒരുപാട് തിയറീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കോർഡിംഗ് ടു ദെയർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അവരുടെ സബ്ജക്റ്റിന് വേണ്ടി. അങ്ങനെ അതിനെ കണ്ടാണ് ലിറ്ററേച്ചറിലും ഒരു തിയറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്. അവിടെ ഒരു പേര് ഇവർ കൊണ്ടുവന്നു, സോഷ്യൽ സയൻറ്റിസ്റ്റ് ഇൻക്ലൂഡ് ലിറ്ററേച്ചർ ഇൻ ദ ബ്രോഡ് സ്കോപ്പ് ഓഫ് ദെയർ ഇൻവെസ്റ്റിഗേഷൻ ബൈ ക്രിറ്റിസിസം. ദെൻ വാട്ട് എവർ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രീ തിയറി ഇസ് വാട്ട് ഹാസ് കം ടു നോ ആസ് ദ ലിബറൽ ഹ്യൂമനിസ്റ്റ് ട്രഡീഷൻ. ഇൻ ഫാക്ട് liberal humanism stand as an antonym to theory, though I should think that former is itself a theoretical position. Okay, അങ്ങനെ സോഷ്യൽ സയൻറ്റിസ്റ്റ് അല്ലെ സയൻറ്റിഫിക് മേഖലകളിലായിരുന്നു ആദ്യം അഡ്വാൻസ്മെൻറ്റ് കണ്ടുപിടുത്തം ഒക്കെ വന്നത്, ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നത്.
അങ്ങനെ ഇവർ ചിന്തിച്ചു, എന്തുകൊണ്ട് ലിറ്ററേച്ചറിലും ഒരു സോഷ്യൽ സയന്റിസ്റ്റ് വന്നുകൂടാ? സോഷ്യൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റീനെ അനലൈസ് ചെയ്യുന്നത്, ഒരു ഇൻഡിവിജ്വലിനെ അനലൈസ് ചെയ്യുന്നത്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആര് വരുന്നതാ? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പം ഇൻഡിവിജ്വലിനെ അനലൈസ് ചെയ്യാൻ എന്തുകൊണ്ട് ലിറ്ററേച്ചറിലും കൂടെ വന്നുകൂടാന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രീ തിയറി ഇവർ കൊണ്ടെടുത്തിട്ടു. പ്രീ തിയറി എന്തായിരുന്നു? ലിബറൽ ഹ്യൂമനിസം. ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. മറ്റേതിൻ്റെ ബാക്കിയായിട്ട് ഇതിനെ പഠിച്ചാൽ മതി. സോ പ്രീ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു ലിബറൽ ഹ്യൂമനിസമാണ്. അപ്പം ഈ ലിബറൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞത് ആന്റോണിമാണ്. ആരുടെ ആന്റോണിമാണ്? തിയറിയുടെ. ആന്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഓപ്പോസിറ്റ് ആണ്. അതെ, നമ്മുടെ തിയറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ലിബറൽ ഹ്യൂമനിസം നിൽക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു എന്തുകൊണ്ടാണ്. ഇനി ലെറ്റ് മീ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ടു യു വാട്ട് ഐ മീൻ ബൈ ദിസ്. Though most of the new critics were conservative in their ideological stance, many others were liberal humanists. As early as 1930s, René Wellek and F.R. Lewis debated such fundamental issues as the relationship between philosophy and literary criticism in the latter's journal Scrutiny. Wellek pointed out to Lewis his dissatisfaction with the position of literary criticism being carried out without the teaching of the larger philosophical arguments and thus in theoretical vacuum. What he actually complained of Lewis' reading of the Romantics was that Lewis had not stated his assumption more explicitly and defended them substantially. The works of the all figure discussed in this session. Okay, അപ്പം നിങ്ങൾ ഫ്രം ക്രിറ്റിസിസം ടു തിയറി എന്ന് പറയുന്നിടത്ത് ആ ഫസ്റ്റ് പാരഗ്രാഫിനെ പോയിന്റ് ചെയ്താണ് കൂടുതൽ എഴുതേണ്ടത്. പിന്നെ പറയുന്നത് 1930s റെനെ വെലക്കിൻ്റെയും F.R. ലീവിസിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ്. അവരുടെ ഫിലോസഫി, അവരുടെ ലിറ്റററി ക്രിറ്റിസിസത്തിനെ പറ്റിയാണ് പറയുന്നത്. അതിനകത്തൊരു വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രൂട്ടനി എന്ന് പറയുന്ന വർക്കിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വൺ ഓഫ് സിൻഷ ബേബി റേസ്ഡ് their hand. വാട്ട് ഹാപ്പൻഡ്? ഞാൻ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് പോസ് വരുന്നത്. ഓക്കെ, സോ സ്ക്രൂട്ടനി എന്ന വർക്കിനകത്ത് കുറച്ച് കുറച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതായിപ്പോയി. ബിക്കോസ് ചില തിയററ്റിക്കൽ ആർഗ്യുമെന്റ്സ് വാക്യത്തിലാണ്, എയറിലാണ്. ദേ കാൺ പ്രൂവ് വാട്ട് ഈസ് ദേ ആർ ഗോയിങ് ടു ബി എക്സ്പ്ലെയിൻ. അവരവിടെ എന്താണ് പറയുന്നതിനെ ചെറുതായിട്ട് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പോൾ ആ ഒരു ടീച്ചിങ്, ലാർജർ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ വാക്യൂമിലാണ് നിൽക്കുന്നത്. അത് പറയണേ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രൂട്ടനി, റെനെ വോക്ക്, I.R. റിച്ചാർഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി ഇവിടെ ലിവിസിൻ്റെ റീഡിങ് റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് അസംഷൻസ് ആയിരുന്നു. പക്ഷേ അത് മോർ ഓവർ നല്ല രീതിയിൽ അദ്ദേഹത്തിന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ അത്രേ പറയുന്നുള്ളൂ, ഒരു ക്രിറ്റിസിസം നല്ല രീതിയിൽ നടന്നില്ല. കുറച്ച് തിയറി കൊണ്ട് വന്നു, പക്ഷെ ആ തിയറി റൊമാൻറ്റിക്സ്, ഹൂ ഈസ് റൊമാൻറ്റിക്സ്, നമ്മുടെ വേർഡ്സ്വർത്ത് ഒക്കെ വരുന്ന റൊമാൻറ്റിക്സ് റൈറ്റേഴ്സിനകത്ത് അപ്ലൈ ചെയ്യാൻ നോക്കി, അതവിടെ പറ്റിയില്ല. അപ്പോൾ ഫ്രം ക്രിറ്റിസിസം ടു തിയറിയാണ് നമ്മളിപ്പം ഡീൽ ചെയ്തത്. ആൻഡ് ലാസ്റ്റ് വൺ, ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. നമ്മുടെ യൂണിറ്റ് 1ൻ്റെ എൻഡാണ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ബിഫോർ ഐ എൻഡ് ദിസ് യൂണിറ്റ്, I want to draw your attention to an important concept which help us to differentiate between various theories. This is communication chain. Romson Jacobson pronounced Jacobson. So pronunciation is Jacob എന്നാണ്. Jacobson എന്ന് പറയും, പക്ഷേ യാക്കബ് എന്നാണ് പറയേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ പേര് പണ്ട് മുതലേ നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ. യാക്കബ്സൺ എന്ന് പ്രൊനൗൺസ് ചെയ്യുക. യ സൗണ്ടാണ്. So Roman Jacobson has given us a very convenient structure of the communication channel by looking at art or literature as an act of communication. It is tripartite structure which can be represented through the following sketch: addresser, coach, addressee. നമ്മളിത് പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ PGയിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇല്ല, ഞങ്ങൾ പഠിച്ചതല്ല നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാലേ പണ്ട് മുതൽ നമ്മൾ ഫിസിക്സിനകത്തും പഠിച്ചിട്ടുണ്ട്. ഒരു സെൻറ്റർ കാണും, മെസ്സേജ് കാണും, റിസീവർ കാണും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓതറാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ് തരുന്നത്. ആ ഓതറിൻ്റെ കോഡാണ്
കോഡ് എന്ന് പറഞ്ഞാൽ ആ ഓതർ എഴുതിയിരിക്കുന്ന വർക്കാണ് മെസ്സേജ്. അത് വായിക്കുന്നതാണ് അഡ്രസ്സിങ്. ഇനി you will notice that critics and theorists have tended to concentrate on one of the three parts of any given literary work. Through no reading or theory can strictly and exclusively confine its attention to the one of the three nodes. It is the accent on one or the other of the three that tends its character of theory reading. Some critics concentrate on analysis of the text itself and exclude all considerations of the author's biography or historical situation. Some others concentrate on author's life and time, yet others author's perception. The third almost deny the objectivity of the text, even existence of the author. Hence, such as is there in text in class, the death of author, the birth of the reader. Yes. ഇനി ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. ഇവിടെ അഡ്രസ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ചിലർ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും? ആ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നവരാണ് ചിലർ. ചിലരെന്താണ് ഓതറിൻ്റെ ബയോഗ്രഫിയും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ സാഹചര്യമുണ്ടായ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസിനെ എടുത്തു വെച്ച് ക്രിറ്റിസിസം ചെയ്യും. ചിലർ ഓതറിൻ്റെ ലൈഫ് ആൻഡ് ടൈംസിൽ എടുത്ത് ക്രിറ്റിസിസം ചെയ്യും. മറ്റു ചിലത് അവരുടെ പെർസെപ്ഷനെ ക്രിറ്റിസിസം ചെയ്യും. ഇതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ക്രിറ്റിസിസം ചെയ്ത് ഒരു വർക്ക് വരെ വന്നു, ദ ഡെത്ത് ഓഫ് ദ ഓതർ ഓർ ദ ബർത്ത് ഓഫ് ദ റീഡർ. വലിയ കാര്യത്തിന് ഞാനൊരു ബുക്ക് എഴുതി, ഭയങ്കരമായിട്ട് ഞാനൊരു ബുക്ക് എഴുതി അങ്ങ് പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പം ഈ കമ്മ്യൂണിക്കേഷൻ ചെയിൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേനും എന്നെപ്പറ്റി പഠിച്ചിട്ട് ചിലർ എന്നെ ക്രിട്ടിസൈസ് ചെയ്തു, ചിലർ എൻ്റെ വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്തു, ചിലർ എൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതി, ചിലർ അവരുടെ പെർസെപ്ഷനിൽ എൻ്റെ വർക്കിനെ മാറ്റി. അങ്ങനെ ഉണ്ടാകുമ്പം ഞാൻ അവിടെ ഡെത്താണ്, ദ ഡെത്ത് ഓഫ് ദ ഓതർ ആൻഡ് ദ ബർത്ത് ഓഫ് ദ റീഡർ. അങ്ങനെ രണ്ട് വർക്ക് ലിറ്ററേച്ചറിലേക്ക് വന്നു. ദ ഡെത്ത് ഓഫ് ദ ഓതറും ദ ബർത്ത് ഓഫ് ദ റീഡറും നമുക്ക് മുന്നിൽ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓൾ അബൌട്ട് ദ ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത്രമേൽ ഫ്ലറിഷ് ചെയ്ത് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയിൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ വരച്ചു വെക്കാം നിങ്ങൾക്ക്. യെസ്, ചെയിനാടാ കമ്മ്യൂണിക്കേഷൻ ചെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മിനിറ്റ്, കമ്മ്യൂണിക്കേഷൻ ചെയിൻ, യെസ് കമ്മ്യൂണിക്കേഷൻ ചെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരച്ചു വെക്കാം. എന്നിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട മെയിൻ പോയിന്റ്സുകൾ ഇതൊക്കെ തന്നെയാണ്. അതുകൂടാതെ ആ ഡെത്ത് ഓഫ് ദ ഓതറും ബർത്ത് ഓഫ് ദ റീഡറും മെൻഷൻ ചെയ്യുക. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ യൂണിറ്റ് 1.